1 തിമോത്തിയോസ് 3:14-15-16 വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. പൗലോസ് പറയുന്ന വാക്കുകളാണ്. തിമോത്തിയോസിനോട് പറയുകയാണ്. എഫെസസിലായിരിക്കുന്ന തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്. പൗലോസ് മക്കദോനിയയിലാണ് ഇത് ഇരിക്കുന്നത്, ഇത് എഴുതുമ്പോൾ ഇരിക്കുന്നതെന്നാണ് പൊതുവെ കരുതുന്നത്. ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ വളരെ ആശിക്കുന്നു. പക്ഷെ 15-ാം വാക്യം, താമസിച്ചു പോയാലോ, അത് തന്നെ എന്നെ ചിന്തിപ്പിക്കുകയാണ്. വലിയ അഭിഷക്തനായി കൃപാവരങ്ങൾ നിറഞ്ഞ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ആശയമുണ്ട്, എൻ്റെ ഹൃദയം ഇടുപ്പ്, ഐ വാണ്ട് ടു കം ടു യു, നിന്റെ അടുക്ക വരണം. പക്ഷെ എനിക്കറിയത്തില്ല, ചിലപ്പോൾ താമസിക്കാം. ഇന്നത്തെ പല വേദശാസ്ത്രത്തിലും താമസത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നീ ആശ വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം ആഗ്രഹിച്ചാൽ നിന്റെ മുമ്പിൽ ഇപ്പോ തന്നെ എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഐ വാണ്ട് ടു കം ടു യു, നിന്റെ അടുക്കൽ എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, ആശയുണ്ട്. പക്ഷേ ചിലപ്പോൾ താമസിക്കും. തെസ്സലോനിക്കക്കാരോട് പൗലോസ് എഴുതുമ്പോൾ പറയുന്നത്, സാത്താൻ എന്നെ തടഞ്ഞു എന്നാണ്. അഭിഷക്തനെ തടയുമോ സാത്താൻ? നോക്കിയ വാക്യം 15 ഒരു പ്രാവശ്യം കൂടെ. താമസിച്ചു പോയാലോ, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഈ പത്തനാപുരം കൺവെൻഷനെ പറ്റി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഇതിനായി ഒരുങ്ങുകയും ചെയ്തപ്പോൾ ഈ 2 വേദഭാഗങ്ങളാണ് എൻ്റെ ഉള്ളിൽ ആഴമായിട്ട് നിങ്ങളോട് പങ്കിടുവാനായി പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയ 2 വാക്യങ്ങൾ. ഈ എഫെസസ് സഭയെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ മുഖവരയായി ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, ആസ്യയിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു പട്ടണമാണ് എഫെസസ് എന്ന പട്ടണം. അപ്പോസ്തലനായ പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ, അപ്പോസ്തല പ്രവൃത്തിയിലാണ് ചരിത്രം എഴുതിയിരിക്കുന്നത്. 18-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, വായിക്കേണ്ട, നോക്കുകയും വേണ്ട, എന്നെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിനെ വിലക്കിയതാണ്. ഈ സ്ഥലത്തോട്ട്, ഈ എഫെസസിലോട്ട് പോകരുത്. 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഹോളി സ്പിരിറ്റ് പറഞ്ഞു പോകരുത്. നല്ല ഉദ്ദേശമാണ്, സഭ സ്ഥാപിക്കാൻ വേണ്ടിയാ പോകാൻ ആഗ്രഹം, പക്ഷെ പോകരുത്, ഇപ്പൊ പോകരുത്. 18-19 എഴുതിയിരിക്കുകയാണ്, തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സമയത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ പട്ടണത്തിൽ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ സജീവ കൂട്ടായ്മ അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മനസ്സിലുള്ളത് നല്ല ഉദ്ദേശമാണെങ്കിലും, നല്ല മോട്ടീവുകളാണെങ്കിലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശബ്ദം ഉള്ളിൽ ഉൾക്കൊണ്ട് അത് അംഗീകരിച്ച് ചിലത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പൊ വേണ്ട എന്ന് പറയുന്ന അഭിഷക്തന്മാർ, അതിലൊരാളാണ് അപ്പോസ്തലനായ പൗലോസ്. ഇവിടെ എഫെസസിൽ 3 വർഷം താൻ ശുശ്രൂഷിച്ചു. നമുക്ക് ഈ 3 വർഷമൊക്കെ പൊതുവെ നല്ല പരിചയമുള്ള കാര്യങ്ങളാണ്. കാരണം സാധാരണ ഈ ടേം സിസ്റ്റത്തിൽ 3 years ആണല്ലോ ഉള്ളത്. ഏറ്റവും കൂടുതൽ ദൈർഘ്യതയുള്ള പൗലോസിന്റെ താമസം ഈ എഫെസസ് പട്ടണത്തിലാണ്. 3 വർഷം താമസിച്ചു പോകാൻ നേരം, പ്രവർത്തികളുടെ പുസ്തകം 20-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും ഞാൻ വായിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണമേ. 3 വർഷത്തെ ശുശ്രൂഷയുടെ ഒടുവിൽ ഫെയർവെൽ ദിവസം സഭ തനിക്കൊരു ഫെയർവെൽ കൊടുക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിന് പറയാനുള്ളത് 20-20, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും, തുറന്നോസിന്റെ പാഠശാലയിലായിരിക്കും പരസ്യമായി പഠിപ്പിച്ചത്, പരസ്യമായും വീടുതോറും. എന്താ 3 വർഷം ചെയ്തത്? 3 വർഷം ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, എങ്ങനെയെങ്കിലും ആ ദേശത്തൊരു കൂട്ടം ആൾക്കാരെ വചനത്തിലൂടെ
ആത്മശക്തിയിലൂടെ വാർത്തെടുത്ത് സുവിശേഷത്തിന്റെ സത്യവചനം എഫെസോസിൽ മുഴുവൻ പടരത്തക്കവണ്ണം ആത്മനിറവുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന അപ്പോസ്തലനായ പൗലോസ് പരസ്യമായും രഹസ്യമായും വീടുതോറും താൻ പറയുകയാണ്, സംവാദിച്ചും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും. ഇന്ന് ഈ ഉപദേശത്തോടൊക്കെ വലിയ പോരാട്ടമുള്ള കാലഘട്ടമാണ്. ബൈബിൾ പ്രഭാഷണം വേണ്ട എന്ന് ചിന്തിക്കുന്നവർ തന്നെയുണ്ട്. വലിയൊരു പ്രഭാഷകൻ ഈയിടെ പറയുന്നത് കേട്ടു, പ്രസംഗമല്ല നമുക്ക് വേണ്ടിയത്, നമുക്ക് വേണ്ടിയത് ശക്തിയാണ്. ഈ ശക്തി വന്ന ദിവസം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, ശക്തി ഇറങ്ങി വന്ന ദിവസം അവിടെ എന്താ സംഭവിച്ചത്? അവിടെ വണ്ടർഫുൾ മെസ്സേജ് ആണ് പത്രോസ് പറഞ്ഞത്. ആ പ്രസംഗത്തിന്റെ അവസാനം ശബ്ദകോലാഹലമല്ല ഉണ്ടായത്. ആ പ്രസംഗത്തിന്റെ അവസാനം ആൾക്കാർ ചോദിച്ചത്, വാട്ട് മസ്റ്റ് വി ഡു, ഞങ്ങൾ എന്ത് ചെയ്യണം? അതാ ശക്തിയിൽ സംഭവിക്കേണ്ടത്. പക്ഷെ നമ്മൾ പരിചയിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ കുറെ ശബ്ദമുണ്ടാക്കുക. ശക്തിയിൽ ശബ്ദമുണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷെ പ്രസംഗത്തിന്റെ വെദർ ഇറ്റ് വാസ് എ സക്സസ്, അനുഗ്രഹമായിരുന്നു പ്രസംഗം, എങ്ങനെ അളക്കാൻ പോകുന്നത്? മാനസാന്തരമുണ്ടായോ എന്നതിനകത്താണ് അളക്കപ്പെടേണ്ടത്. ഉപദേശമുണ്ടായോ? നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ടായിരിക്കും, അമേരിക്കയിലെ ഒരു സെമിനറിയില് വലിയൊരു ഉണർവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. കെൻറ്റക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആഷ്ബറി തിയോളജിക്കൽ സെമിനറിയിൽ ഒരാഴ്ച ആയിട്ട് നിൽക്കാതെ ഇങ്ങനെ സെമിനറിയുടെ ഹോള് തുറന്നിട്ടിരിക്കുക, ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. 3 ദിവസം മുമ്പ് അതിന്റെ പ്രസിഡന്റ് ഒരു കുറിപ്പ് എഴുതി. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. എന്താണെന്നറിയാമോ പ്രസിഡന്റ് പറഞ്ഞത്? ലൈവ് നിങ്ങൾ യൂട്യൂബിലൊക്കെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ആഷ്ബറി തിയോളജിക്കൽ സെമിനറി റിവൈവൽ, അതിന്റെ ലൈവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. പാട്ടുകൾ നടക്കുന്നു, ആൾക്കാർ കൂട്ടം കൂട്ടമായി ഫ്രണ്ടിൽ വന്നിന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. മ്യൂസിക് ബാൻഡ് ലൈവ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാഴ്ചയാകുന്നു. ആ സെമിനറിയുടെ പ്രസിഡന്റ് പറയുക, ഞങ്ങൾ ഒരു ക്ലാസ്സും ക്യാൻസൽ ചെയ്തിട്ടില്ല. പറഞ്ഞാൽ എന്താ? ക്ലാസ്സിലുള്ളവരെല്ലാം ക്ലാസ്സിൽ പൊക്കോ, ഓഫീസിലുള്ളവരെല്ലാം ഓഫീസിൽ പൊക്കോ. അടുത്ത വഴി പറയുക, ഞങ്ങൾ ഉണർവിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല, അതുകൊണ്ടല്ല. അദ്ദേഹം പറയുക, ഈ ഒരു അനുഭവത്തെ, ഏതാ ഈ ഒരു വലിയ പരിവർത്തനത്തെ, ഈ കാണുന്നതിനെ, ഈ ശബ്ദത്തെ, സെമിനാരിയുടെ പ്രസിഡന്റ് പറയുക, ഞാൻ ഉണർവെന്ന് വിളിക്കുന്നില്ല. ഐ എം നോട്ട് കോളിംഗ് ഇറ്റ് എ റിവൈവൽ, ഞാനൊരു അവൈക്കനിങ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അനുഭൂതി, ഒരു തിരയിളക്കം കാണാം. പക്ഷെ ഉണർവാണോ ഇതെന്ന് എങ്ങനെ അറിയാം? 1 വർഷം കഴിയുമ്പോൾ അറിയാം. പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോ പറയണം, ശബ്ദമുണ്ടാക്കിയവർ മാനസാന്തരപ്പെട്ടായിരുന്നു. അവരുടെ അധരങ്ങളിൽ ഹല്ലേലൂയ മാത്രമല്ല, അവരുടെ അധരങ്ങൾ കടിഞ്ഞാണിടാനുള്ള കൃപയും ആ ശക്തിയിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്നത് അത് യഥാർത്ഥ സ്ഥായിയായ ഒരു ഉണർവായിരുന്നു. ഉപദേശം ഭയങ്കര ഇമ്പോർട്ടന്റാ, അല്ലെങ്കിൽ ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാകും. പൗലോസ് 3 വർഷവും ഈ എഫെസസിൽ ചെയ്തത് പ്രയോജനം വരുന്നത് ഒന്നും മറച്ചു വെക്കാതെ അവരെ ഉപദേശിച്ചു. ഹി വാസ് ടീച്ചിങ്. ഉപദേശം നടക്കുമ്പോ എന്തോ ഉണ്ടാകും? ഉറക്കം വരും. അങ്ങനെ ഉറക്കം വന്ന് താഴെ വീണോ? അവിടെ താഴെ വീണു. ശബ്ദത്തിൽ ഉറങ്ങാനൊക്കത്തില്ല, ഉപദേശത്തിൽ ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഉപദേശം വേണ്ടാത്തത് പലർക്കും. 20ന്റെ 27-ാം വാക്യത്തിൽ പിന്നെയും പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പൗലോസ് എടുത്തു പറയുക ഈ സഭയെക്കുറിച്ച്, എഫെസസ് സഭയെക്കുറിച്ച് പറയുക, 3 വർഷം ശുശ്രൂഷിച്ച സഭയെക്കുറിച്ച് പറയുക. ക്ലീനായ ഒരു വെള്ള ഉടുപ്പിൽ കറയില്ലാത്തതുപോലെ തന്റെ ജീവിതത്തെ പരസ്യമായി പറയുക. നിങ്ങൾക്ക് പ്രയോജനം വരുന്നത് ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. ഐ ടോട്ട് യു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ബൈബിൾ എത്ര കർത്തൃദാസന്മാർക്ക് പറയാൻ ഒക്കുമായിരിക്കും, ഞാൻ പഠിപ്പിച്ചു നിങ്ങളെ. 20ന്റെ 27-ലും ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു. എന്നിട്ട് സാധാരണ നമ്മൾ കാണാത്തൊരു കാര്യം പൗലോസ് പറയുക,
20-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ സഭക്കാരെ കുറിച്ച് തിമോത്തിയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ, തിമോത്തിയോസ് എഫെസസിലെ പാസ്റ്ററാ, പറയുക, ഞാൻ പോയ ശേഷം 20-29 ഞാൻ വായിക്കുന്നത്. ഞാൻ പോയ ശേഷം. ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കിത് വളരെ രസകരമായി തോന്നി. എന്താണെന്നറിയാമോ? നമ്മൾ ഒരിടത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പിന്നെ പ്രശ്നം ഉണ്ടാകുന്നത് ചിലർക്ക് സന്തോഷമാണ് വരുന്നത്. ഞാൻ ഇരുന്നപ്പോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി, പ്രശ്നം തുടങ്ങി. ഞാൻ പോയി കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടായാൽ അതിനെ മാർക്കറ്റ് ചെയ്യും. എന്റെ സമയത്ത് ആരും പോയിട്ടില്ല, എന്റെ സമയത്ത് ഇന്റർലോക്ക് ഇട്ടു, എന്റെ സമയത്ത് ഫോൾ സീലിംഗ് ഇട്ടു, AC വെച്ചു, ഞാൻ പോയി കഴിഞ്ഞ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ മഹിമ കൂട്ടുക. പൗലോസ് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ 3 വർഷം നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഞാൻ പോയ ശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ മഹിമ കൂട്ടാൻ വേണ്ടിയല്ല പൗലോസ് പറയുക. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഇങ്ങനെയുള്ള അഭിഷക്തന്മാരെ നമ്മുടെ സംഘടനയിൽ, നമ്മുടെ സഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ. സ്വാർത്ഥതയിൽ ശുശ്രൂഷിക്കുന്നവരല്ല, സ്വന്തം മുഖം മെരുക്കാൻ ശുശ്രൂഷിക്കുന്നവരല്ല. അവരൊരു സ്ഥലത്ത് നിന്ന് വിട്ടുപോയാലും ആ സഭയുടെ ആത്മീക ആരോഗ്യത്തെ മുന്നിൽ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഉപവസിക്കുകയും അവർക്ക് വേണ്ടി ദൈവമുമ്പാകെ പക്ഷവാദം ചെയ്യുന്ന അഭിഷക്തന്മാരായ ശുശ്രൂഷകന്മാർ. ഞാൻ ഭയങ്കരമായി ടച്ച്ഡ് ആണ്. ഐ ആം ചാലഞ്ച്ഡ്. പൗലോസേ, താങ്കളുടെ സമയം കഴിഞ്ഞില്ലേ? അവരിനി എന്തോ ആയാൽ തനിക്കെന്താ? പൗലോസ് പറയും, എന്നെ അവിടെ സഭയെ സ്ഥാപിക്കാൻ ഉപയോഗിച്ചത് ദൈവമാണെങ്കിൽ, അത് ദൈവത്തിന്റെ സഭയാണെങ്കിൽ, ഞാൻ പോയി കഴിഞ്ഞാൽ അത് തകരാൻ പാടില്ല. ഞാൻ പോയി, ഞാൻ അവിടെ ഇല്ലെങ്കിലും, എനിക്കൊരു പാഴ്സനേജ് അവിടെ ഇല്ലെങ്കിലും, എനിക്കൊന്നും അവിടെ ഇല്ലെങ്കിലും, ആ സഭ ആത്മീകമായി വളരുന്നത് കാണുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത അഭിഷക്തനായ പൗലോസ്. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് എന്തോ ഉണ്ടായി? പോയി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ അവിടെ അങ്ങോട്ട് തുടങ്ങി. ഈ എഫെസസുകാരെ കുറിച്ച് 2 കാര്യം കൂടെ ഞാൻ പറയും, എന്നിട്ട് നമുക്ക് ഈ കുറിവാക്യത്തിലേക്ക് വരണം. അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. എഫെസസിലെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ പത്തനാപുരം സെക്ഷൻ കൺവെൻഷന് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തായിരുന്നെങ്കിൽ പറഞ്ഞേന്, ഞങ്ങളുടെ ഫൗണ്ടിങ് പാസ്റ്റർ അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഗമയും മിടുക്കും അവിടെ പോയി. പൗലോസ് സ്ഥാപിച്ച് 3 വർഷം ശുശ്രൂഷിച്ച് ആത്മനിറവുള്ള, ബൈബിൾ നല്ലതായി അറിയാവുന്ന സഭ. പക്ഷെ ഈ സഭയ്ക്ക് ഒരു വശത്തിൽ നല്ലൊരു ഗുണമുണ്ട് പൗലോസുമായിട്ടുള്ള ബന്ധത്തിൽ, മറുവശത്ത് വലിയൊരു പ്രശ്നമാണ് ഈ സഭ പൗലോസിന്. എന്താണെന്നറിയോ? നല്ല ഗുണം എന്താന്ന് ചോദിച്ചാൽ, അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 4-ാമത്തെ നോക്കിയാൽ, ഈ എഫെസസിൽ നിന്നും കുറെ ആൾക്കാർ പൗലോസിന്റെ കൂടെ ഉണ്ട് സഞ്ചരിക്കാൻ. പൗലോസിന് എന്തോ ഉണ്ടായിരുന്നു? ടീം. പാർട്ടി അല്ല, എന്തോ ഉണ്ടായിരുന്നു? ടീം. ഗോസ്പൽ വർക്കിനൊരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിനകത്ത് 3-4 പേര് എവിടുത്തുകാരാന്നറിയോ? ഈ എഫെസസുകാരാ. ആ 20-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 4-ാം എഴുതിയിരിക്കുന്നത്, ദെർബക്കാരനായ ഗായോസും തിമോത്തിയോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രോഫിമോസും ആസ്യ വരെ അവനെ കൂടെ പോയി. ഈ ആസ്യ എന്ന് പറയുന്നത് എഫെസസിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ആസ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് എഫെസസ്. ആസ്യക്കാരായ തുഹിക്കോസും ത്രോഫിമോസും എന്ന് പറഞ്ഞാൽ, പൗലോസ് ഒരു സ്ഥലത്ത് എന്നാൽ ഗായോസ് ഒരു വശത്തുണ്ട്, തിമോത്തിയോസ് ഒരു വശത്തുണ്ട്, തുഹിക്കോസ് ഒരു വശത്തുണ്ട്, ത്രോഫിമോസ് ഉണ്ട്. ഇതെല്ലാം എഫെസസുകാരാ. അവിടെ നിന്ന് പോയെങ്കിലും പൗലോസിന്റെ കൂടി എഫെസസ് ടീമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എഫെസസുകാരെ കൂട്ടിയ ദിവസം മുതൽ പ്രശ്നം തുടങ്ങി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രവൃത്തികളുടെ പുസ്തകം
അതിന്റെ 21-ാമത്തെ അധ്യായം 29-ാം വാക്യത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിൽ വന്നപ്പോ ഭയങ്കര പ്രശ്നം. എന്താ പ്രശ്നം ചോദിച്ചാൽ, ഈ പൗലോസ് ജാതികളെ യെരുശലേം ദേവാലയത്തിൽ കയറ്റി എന്നൊരു വാർത്ത. എന്നിട്ട് 21-29 അവർ മുമ്പേ എഫേസ്യനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് നിരൂപിച്ചു. എഫെസോസിൽ സഭയുണ്ട്. എഫെസസുകാരായ 4-5 പേര് പൗലോസിന്റെ കൂടുണ്ട്. പക്ഷെ ഈ കൂടെ കൊണ്ടുവന്ന ഒരാള് നിമിത്തം പൗലോസിന് എന്തോ പറ്റി? ആകെ പ്രശ്നമായി. ത്രോഫിമോസ് നിമിത്തം ഭയങ്കര ബുദ്ധിമുട്ടേക്കേണ്ട വന്നു. ഇന്നുള്ള ആളാണ് എന്തോ ചെയ്യും? നമ്മൾ കൂടെ ഒരാളെ കൂട്ടി, ആ കൂടെ കൂട്ടിയ ആള് നിമിത്തം നമുക്ക് പ്രശ്നം എന്തോ ചെയ്യും? അങ്ങ് ഒഴിവാക്കി വിടും. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇതല്ലേ, ഓരോരുത്തരെ കൂടെ കൂട്ടുമ്പോ പറയുന്നതല്ലേ, കൂടെ നിൽക്കുന്നവരെ വേണേ കൂടെ കൂട്ടാൻ. അല്ലെ സമയമാകുമ്പം ഇവരെല്ലാം സ്തുതി പാടി ടീം ഒന്നും കാണത്തില്ല. ടീം വേണ്ടേ? പാർട്ടി വേണ്ടേ? കൂടെ നിൽക്കണ്ടേ? എഫെസസുകാര് വല്ലതും കൂടെ നിന്നോ? അവസാനം എഴുതുമ്പോ പറയുന്നത് 2 തിമോത്തിയോസ് 1:15 ആസ്യക്കാരെല്ലാവരും, ഈ ത്രോഫിമോസും തുഹിക്കോസും ഗായോസും ഈ സകല ടീമും പൗലോസ് കാരാഗ്രഹത്തിലായപ്പോ എന്തോ ചെയ്തു? സകലരും, ആസ്യയിലുള്ള എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നല്ലോ തിമോത്തിയോസേ എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന എന്താണെന്നറിയാമോ? ഇതാ കേക്കണേ പത്തനാപുരത്തുള്ള ദൈവമക്കളെ, ഇതാ യഥാർത്ഥ ഒരു നേതാവ്. എന്താ യഥാർത്ഥ നേതാവിന്റെ ലക്ഷണമെന്നറിയാമോ? എന്നെ ഉയർത്തുന്ന, എന്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന, ഞാൻ എന്ത് കാണിച്ചാലും എനിക്ക് ചാവേറാകുന്ന കുറെ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നതല്ല യഥാർത്ഥ നേതാവിന്റെ ഉദ്യോഗം. യഥാർത്ഥ നേതാവ് ആരെന്ന് ചോദിച്ചാൽ, വചനം ഉപദേശിച്ച് കൂടെ കൊണ്ട് നിൽക്കുന്നയാൾ എന്റെ കൂടെ നിന്നില്ല എങ്കിലും വചനത്തെ വിടാത്ത യഥാർത്ഥ മണവാട്ടിയെ രൂപപ്പെടുത്തുന്ന ഒരുവനായ യഥാർത്ഥ ലീഡർ. നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം. കാരണം പ്രത്യേകിച്ച് ഇത് നമ്മുടെ ഒരു ഫാമിലി മീറ്റിംഗ് കൂടെ ആണല്ലോ, എല്ലാരും കേൾക്കണമേ. സാധാരണ എങ്ങും കേൾക്കാത്തതുപോലുള്ള അനുഭവങ്ങൾ, കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൂടി എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു പാർട്ടിയിൽ കാണുന്നതിനെക്കാട്ടിൽ ചീപ്പായ രാഷ്ട്രീയം നമ്മുടെ സഭകളിൽ കടന്നുകൂടി എന്ന് പറഞ്ഞാൽ ലജ്ജയോടെ മൂക്കത്ത് കൈവെക്കുകയല്ലാതെ എന്ത് ചെയ്യാനാ ഇവിടെ? ഈ സെന്റർ യോഗത്തിൽ, സെക്ഷൻ കൺവെൻഷനിൽ 3-ാം ദിവസം ഞാൻ ഓർപ്പിക്കട്ടെ, രാഷ്ട്രീയം കളിക്കുന്ന കുറെ ആളുകളെ അല്ല ദൈവസഭയ്ക്ക് ആവശ്യം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൂടെ നിർത്തുന്ന ടീമല്ല ദൈവസഭയ്ക്ക് ആവശ്യം. ഈ ദേശത്ത് ദൈവപ്രവർത്തി കാണുവാൻ, ദൈവത്തിന്റെ മണവാട്ടിയെ രൂപപ്പെടുത്തുവാൻ ഒരു കൂട്ടം അഭിഷക്തരെ ദൈവത്തിന് ആവശ്യമാ. പത്തനാപുരത്തുള്ള ദൈവമക്കളെ, ഉണരുക. ഇത് ദൈവസഭയാണ്. അപ്പോസ്തലനായ പൗലോസിനെ ഞാൻ ഈ വാക്യങ്ങളിലൂടെ കാണുക. പൗലോസേ, ഇവന്മാരെ കൂടെ കൊണ്ട് നടന്ന നിന്റെ കൂടി ഇവര് നിക്കത്തില്ല. പൗലോസ് എന്താ തിരിച്ചു പറയുന്നതെന്ന് അറിയാമോ? സാരമില്ല, ഇവരെന്റെ കൂടെ നിന്നില്ലെങ്കിലും, ഞാൻ പ്രസിഡന്റ് ആയില്ലെങ്കിലും സാരമില്ല, ഇത് ദൈവത്തിന്റെ സഭയാ. അല്ലാതെ എനിക്ക് ഹോശന്ന പാടുന്ന കുറെ പേരെ ഉണ്ടാക്കി വെച്ച് അവരെയെല്ലാം മുഖ്യസ്ഥാനങ്ങളിലാക്കി വെച്ച് എന്റെ കാര്യം സാധിക്കുന്നതല്ല യഥാർത്ഥ സഭകളുടെ ലക്ഷണം. യഥാർത്ഥ സഭ എന്താണ് നോക്കണമേ. ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യമാണ് പൗലോസ് ചെയ്യുന്നത്. കൂടെ നിൽക്കാത്തവരെ കൂടെ കൂട്ടി,
ഒരാളെ കൂടെ കൊണ്ടുപോയിട്ട് പ്രശ്നമുണ്ടായി, അവനോടും പറയാം വാ, കാരണം ഇത് എന്റെ രാജ്യമല്ല, ഇത് എന്റെ രാജ്യമല്ലെന്ന് പൗലോസ് പറയും. ദിസ് ഇസ് നോട്ട് മൈ കിങ്ഡം, ദിസ് ഇസ് ഗോഡ്സ് കിങ്ഡം. അതുകൊണ്ട് ആ സഭ വിട്ടുപോയിട്ടും പിന്നെ സഭയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇത് എനിക്ക് അവർ ഓഫറിങ് തരുന്നില്ലല്ലോ, അവിടുന്ന് പോയില്ലേ. ഇത് ഓഫറിങ്ങിന്റെ കാര്യമല്ല, ഇത് സ്ഥാനത്തിന്റെ കാര്യമല്ല, ഇത് ദൈവത്തിന്റെ ബിസിനസ്സാ. നമ്മുടെ ആരുടെയും വീട്ടിലെ കാര്യമല്ല നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി മുതൽ മുടക്കി ഒരാളെ ഉള്ളൂ. മറ്റ് കാണുന്നവരെല്ലാം ഇത് മുലക്കി ഇത് വിറ്റ് ഉണ്ടാക്കിയവരാ. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒറ്റയാളെ ഉള്ളൂ. നരക കവാടങ്ങൾ ലക്ഷ്യമാക്കി നടന്ന നമ്മെ ഈ ലോകത്തിലെ ഒരു സമ്പ്രദായങ്ങൾക്കും രക്ഷപ്പെടുത്താൻ കഴിയാഞ്ഞപ്പോ ഇറങ്ങി വന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒറ്റ നേതാവേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ ഭാവമുള്ള നേതാക്കന്മാർ നമുക്ക് ആവശ്യമാണ്. ആ യേശു ക്രിസ്തുവിന്റെ മനോഭാവമുള്ള ആത്മനിറവുള്ളവർ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. ഇനി ആ വാക്യത്തിലോട്ട് ഞാൻ പ്രവേശിക്കുകയാണ്. ഇവിടെ എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യം, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും. തിമോഥെയോസിന് പറയാ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരും. ഇനി ഞാൻ താമസിച്ചു പോയാലോ? തിമോഥെയോസ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭയായ ദേവാലയത്തിൽ ആൾക്കാരെങ്ങനെ നടക്കണമെന്ന്, ആൾക്കാരെന്തോ ചെയ്യണമെന്ന, എങ്ങനെ നടക്കണമെന്ന്, നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. വെയിറ്റ് ചെയ്യണം, എല്ലാരും ഒന്ന് ചിന്തിച്ചേ. എത്ര നാളായി തിമോഥെയോസ് പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? ഉദ്ദേശം 10 വർഷം. ആരുടെ നിൽക്കുക ശുശ്രൂഷയിൽ? പൗലോസിന്റെ കൂടെ നിഴല് പോലെ. അതും എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു കേട്ടോ. ഇപ്പൊ പൗലോസ് കൂടെ എവിടെയെങ്കിലും ഉണ്ടേ ഷുവർ തിമോത്തി കൂടെ കാണും. ഒരു വെള്ളമായിട്ടോ കൂടെ നിഴല് പോലെ കാണും. നമ്മൾ ചോദിക്കുക, പൗലോസേ എന്തിനാ ഈ വ്യക്തിയെ കൂടെ കൂട്ടിയത്? എന്തോ പൗലോസ് പറയുമെന്നറിയോ? ഇവരാണ് തിരിച്ചെന്നെ കടിക്കത്തില്ല. അല്ലല്ലല്ല, പൗലോസ് തിമോഥെയോസിനെ കൂടെ കൂട്ടാൻ കാര്യം, 1 തിമോഥെയോസ് 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ എഴുതിയിരിക്കുന്നത്? മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്കേൽപ്പിക്കുന്നു. എന്തിനാ തിമോഥെയോസിനെ കൂടെ കൂട്ടിയത്? എനിക്ക് അവനാണ് വർക്ക് ചെയ്യാൻ എളുപ്പമാ. എടാ, ഇത് എന്റെ കാര്യം അല്ലെന്ന്. ഇവനെ കൂടെ കൂട്ടിയ എനിക്ക് പാര വെക്കത്തില്ല, ഇത് എന്റെ കാര്യമല്ലെന്ന്. പൗലോസ് തിമോഥെയോസിനെ നോക്കുന്നത് ഇവന്റെ മേൽ വിളി കിടപ്പുണ്ട്, ഇവന്റെ മേൽ ദൂത് കിടപ്പുണ്ട്, ഇവന്റെ മേൽ ആലോചന കിടപ്പുണ്ട്. ഇവൻ ഭയമുള്ളവനാണെങ്കിലും, ഇവൻ വിറയ്ക്കുമെങ്കിലും, ഇവന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവന്റെ മേൽ വിളി കിടപ്പുള്ളത് കൊണ്ട് നീ എന്റെ കൂടെ നിൽക്കണം. യു ബി വിത്ത് മീ. പക്ഷേ എന്നെ ചിന്തിപ്പിക്കുന്നത്, നിഴല് പോലെ കൂടെ 10 വർഷം നിന്നിട്ട് ദൈവസഭയിൽ എങ്ങനെ ആൾക്കാർ നടക്കണമെന്നുള്ളത് തിമോഥെയോസിന് അറിയത്തില്ലേ? നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ഈ ബൈബിൾ കോളേജിലും കൂടെ ആയിരിക്കുന്നുണ്ട്. 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച നമ്മളെല്ലാം മനസ്സിലാക്കിയെന്നല്ലേ നമ്മുടെ തോന്നൽ? 3 വർഷം ബൈബിൾ കോളേജിൽ പോയാൽ ഇനിയും ബൈബിൾ കോളേജിലെ അധ്യാപകരാണെങ്കിലോ അതിന്റെ തലക്കനം. പിന്നെ എല്ലാവരും സാറേ സാറേ എന്നുള്ള വിളിയുടെ ആവുമ്പോ എല്ലാം അറിയാവുന്ന പണ്ഡിതൻ. തിമോഥെയോസ് ആരുടെ കൂടെ നടക്കുന്നേ? പൗലോസിന്റെ കൂടെ. എത്ര വർഷം? 10 വർഷം. എന്നിട്ട് പൗലോസ് എന്താ എഴുതുന്നത്?
മകനെ, എന്റെ ബാഗും പിടിച്ചുകൊണ്ട് 10 വർഷം നടന്നാലും ഈ വെളിപ്പാട് നിനക്ക് കിട്ടണം എന്നില്ല. ബൈബിൾ കോളേജിൽ പഠിച്ചാലും എന്തോ കിട്ടണമെന്നില്ല, വെളിപ്പാട് കിട്ടണമെന്നില്ല. സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു ടാഗും കിട്ടും, ഗ്രാജുവേഷൻ ദിവസം വലിയ വേഷവും കെട്ടാം. പക്ഷെ എന്തോ കിട്ടണമെന്നില്ല, വെളിപ്പാട്. വെളിപ്പാടുള്ളവരെ കൊണ്ടേ സഭാപണി നടക്കത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഏതേലും 4 കാര്യങ്ങൾ പഠിച്ച് സഭയുടെ ഭരണഘടനയാ പലർക്കും ബൈബിളിനെ കാട്ടി തിട്ടം. മനുഷ്യർ സംഘടനയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏത് സമയം ഉറക്കത്തിലും പറയും. പേജ് 39 2ാം പാരഗ്രാഫ്. ഇത്രയും ബൈബിൾ അറിയായിരുന്നെങ്കിൽ തിമോത്തിയോസ് പൗലോസിന്റെ കൂടെ നടക്കുക. പൗലോസ് പറയുക, എന്റെ കൂടെ നടന്നിട്ട് മാത്രം കാര്യമില്ല, നീ ഒരുപാട് ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടോണ്ടും കാര്യമില്ല. ചോദിക്കട്ടെ, തിമോത്തിയോസിന് നല്ലൊരു മാതാവ് ഉണ്ടായിരുന്നോ? ഉണ്ട്. നല്ലൊരു വല്യമ്മ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഇന്ന് തിമോത്തിയോസിനെ പോലെ വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തോ നടന്നേനെ. ഈ തിമോത്തിയോസ് വന്ന് ആദ്യമേ ഇലക്ഷൻ പ്രൊപ്പഗണ്ട നടത്തിയേനെ. 10 years of experience with Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ വർക്ക് ചെയ്ത് 10 വർഷത്തെ പരിചയം. 6 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ എഴുതിയിട്ടുണ്ട്. എനിക്കൊരു അമ്മയും വല്യമ്മയും ഉണ്ട്. ലിസ്ത്രായിലെ ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പറമ്പിലാണ് സഭ സ്ഥാപിച്ചത്. ഇത്ര ഉണ്ടെങ്കിൽ അടുത്ത കാൻഡിഡേറ്റ് ആയില്ലേ? പൗലോസ് തീമോത്തിയോസിനോട് പറയുക, മകനെ, ഒരമ്മ പ്രാർത്ഥിക്കുന്നതുണ്ട്, ശരിയാ. ഒരു വല്യമ്മ പ്രാർത്ഥിക്കാനുണ്ട്, ശരിയാ. ബാല്യം മുതൽ നിനക്ക് വചനം അറിയാം, ശരിയാ. എന്റെ കൂടെ 10 വർഷം ശുശ്രൂഷിച്ചു, ശരിയാ. പക്ഷെ ഒരു സഭയെ നടത്തണമെങ്കിൽ നീ ഇനിയും പഠിക്കണം, ഇനി നിനക്ക് വെളിപ്പാട് കിട്ടണം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭയിൽ മനുഷ്യർ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. നീ അറിയണം. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ പ്രിയ ദൈവമക്കളെ? ഇന്നിവിടെ തിമോത്തിയോസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു വാക്ക് പോലും പറയാതെ അവിടെ ഇരുന്നേനെ. ഒരു വാക്ക് പോലും പറയാതെ ഞാൻ അവിടെ ഇരുന്നേനെ. തിമോത്തിയോസിന്റെ അത്രയും ഒരു ശുശ്രൂഷ പാടവമുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ആ മനുഷ്യനോട് പൗലോസ് പറയുക, നീ അറിഞ്ഞിരിക്കണം, സഭയിൽ ആളുകൾ എങ്ങനെ നടക്കണമെന്ന് നീ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ സഭയ്ക്ക് പകരം അത് വേറെ എന്തെങ്കിലുമായി തീരും. സഭയിൽ നിന്ന് ആരാധന ഉയരുന്നതിന് പകരം സഭകളിൽ നിന്ന് അവശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങും. ദൈവസഭയിൽ ആൾക്കാർ നടക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ നേതൃത്വത്തിന് അറിയത്തില്ലെങ്കിൽ സഭാ കൺവെൻഷനുകൾ നടക്കുമ്പോൾ അവശബ്ദങ്ങൾ ഉണ്ടാകും. ആത്മനിറവെന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ ഒഴുക്കാം, പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. ലോക മനുഷ്യൻ പറയും, ഇതാണോടെ, ഇങ്ങനാണോ നിങ്ങൾ നടക്കുന്നത്? ഒരു സുഗന്ധമില്ലാതായി പോയ ആത്മനിറവെന്ന് പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് പാട്ടിന്റെ അവസാനത്തിലുള്ള മേളം ഒഴിച്ചാൽ സാധാരണ മനുഷ്യരെക്കാൾ കഷ്ടമായ വാക്കുകൾ, പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ എന്തു പറ്റി നമുക്ക്? എന്ത് പറ്റിയും ചോദിച്ചാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ നടക്കണമെന്ന് നമ്മൾ അറിഞ്ഞില്ല. We don't know. കാരണം ഇതാരും പഠിപ്പിച്ചില്ല. പഠിപ്പിച്ചത് മുഴുവൻ എന്റെ കൂടെ നിൽക്കണം കേട്ടോ, എന്റെ കൂടെ നിന്ന ത്രോഫിമോസേ, ഞാൻ വലിയവനാകുമ്പോ നിന്നെയും വലിയവനാക്കാം. ഇവിടെ അടികിട്ടുക, ത്രോഫിമോസിനെ കൂടെ നടക്കുന്നത് കൊണ്ട് അടികിട്ടിട്ട് പറയുക, സാരമില്ലടാ, നീ നിമിത്തം എന്റെ സ്ഥാനം പോയാലും സഭ വളരട്ടെ, നീ എന്റെ കൂടെ നിൽക്കേ. ശ്രദ്ധിച്ചു നോക്ക്.
ഇവിടെ പറയുന്നത് ആ രണ്ട് പദങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 15-ാം വാക്യത്തിൽ നടപ്പിനെ കുറിച്ച് നീ അറിയണം. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവഭക്തിയുടെ മർമ്മം. എല്ലാരും കാണുന്നുണ്ടോ? എല്ലാരും ബൈബിളിൽ നോക്കുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾ പത്തനാപുരത്തെ ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ദൈവസഭയിൽ നടക്കേണ്ടത് എങ്ങനെയാ? രണ്ട്, ദൈവഭക്തിയുടെ മർമ്മം എന്താ? ഇത് വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ കൊട്ടിയും പാടിയും കൊയറെല്ലാം നല്ല മനോഹരമാണ്. ഇതെല്ലാം അടുത്ത വർഷം ആകുമ്പോഴത്തേന് പുതിയ കളറുകൾ വരും, പുതിയ കാര്യങ്ങളാവും, നല്ലതായിട്ട് ഇങ്ങനെ അങ്ങ് പോവാം. പക്ഷേ രൂപാന്തരം വന്നവരായി ഈ ദേശത്തെ സ്പർശിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ നടപ്പ് ശരിയായില്ലെങ്കിൽ നമ്മുടെ ഉണർവ് ഈ ഹോളിനകത്ത് മാത്രം നിൽക്കും. നമ്മുടെ നടപ്പ് മാറിയാൽ ഇവിടെ ശബ്ദം ചിലപ്പോ കുറഞ്ഞേക്കാം. വെളിയിൽ ഇറങ്ങുമ്പോ അയൽവക്കക്കാരൻ വിളിച്ചു പറയും, ദാ യഥാർത്ഥ പെന്തിക്കോസുകാർ അപ്പുറത്ത് താമസിക്കുന്നത്, നാവിന് നിയന്ത്രണമുള്ള ഒരു കുടുംബമാ അപ്പുറത്ത് താമസിക്കുന്നത്. സഭയെ നോക്കി വിളിച്ചു പറയും ലോക മനുഷ്യർ, ഈ ഹോളി പോയിരിക്കുന്നവരൊക്കെ വ്യത്യസ്ത മനോഭാവമുള്ളവരാ, അവരാരോടും കയർക്കാത്ത, അവർ കോപമൊന്നും ഇല്ലാതെ വൈരാഗ്യമൊന്നും വെക്കാത്ത നല്ല ദൈവമനുഷ്യരാ. അതാ ഉണർവ്. ഉണർവെന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നതല്ല, ഇത് വെളിയിൽ ഇറങ്ങേണ്ടതാ. നോക്കണേ, 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് വേഗത്തിൽ ഇനി പറയാനുള്ളത്. നടപ്പ് നോക്കണം, ഭക്തിയുടെ മർമ്മം. ഈ ഭക്തി എന്നുള്ളത് ഈ ലേഖനത്തിൽ ഒരു പ്രധാന വാക്കാണ്. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഭക്തി എന്നുള്ളത് 3:16 കഴിഞ്ഞിട്ട് 4-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ടോ? എല്ലാവരും നോക്കിയേ, 4:7. ആർക്കെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമോ സദസ്സിൽ നിന്ന്? 4:7. ഭക്തി വിരുദ്ധമായ. അപ്പൊ നോക്കണം, ഈ ഭക്തി വിരുദ്ധമായത് എവിടെയുണ്ട്? എഫെസസ് സഭയില്. ആര് ശുശ്രൂഷിച്ച സഭയെ? പൗലോസ് ശുശ്രൂഷിച്ച. 3 വർഷം ബൈബിള് പഠിച്ചെടുത്ത് ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക്. എന്നിട്ട് 6:3 1 തീമോഥെയോസ് 6:3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശം. അപ്പൊ ഭക്തിയുടെ കൂടെ ചേർന്ന് പോകുന്നതാണ് എന്താ? ഉപദേശം. ഉപദേശം ഉള്ളിടത്തെ ഭക്തി വരത്തുള്ളൂ. ഭക്തിക്കൊത്ത ഉപദേശവും വേണം. പക്ഷെ ഇത് എഫെസസിൽ ഇല്ലാതായി പോയി. പക്ഷെ അവിടെ എന്തോ ഉണ്ട്, ഭയങ്കര ഉണർവ്. അവിടെ ഞായറാഴ്ച വല്ല എഫെസസ് യോഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ കല്ല് കാണും. ഫൗണ്ടിങ് പാസ്റ്റർ അപ്പോസ്റ്റൽ പോൾ ഫ്രം AD 57 to 60. 3 വർഷം ശുശ്രൂഷിച്ച പൗലോസിന്റെ. ഇപ്പൊ ഇന്നത്തെ കാലത്തിലാണ് ഒരു പടം കൂടെ കാണും, പേര് മാത്രമല്ല. അകത്തോട്ട് ഇനിയും കയറിയാൽ ഫസ്റ്റ് സോങ് അവർക്ക് നിർബന്ധമാ. പെട്ടെന്ന് സ്പീഡ് പാട്ടൊന്നും ആദ്യം വേണ്ട. ആദ്യം വന്ദനമേശുപര, അത് കഴിഞ്ഞ് വന്ദനമേശുപരയിൽ അന്തരീക്ഷം ഒഴുക്കുക എന്നാ അവര് പറയുന്നത്. വന്ദനമേശുപരയിൽ അന്തരീക്ഷം ഒഴുങ്ങിക്കഴിഞ്ഞ് ഗീതം ഗീതം ജയ ജയ ഗീതം. അതിന്റെ അവസാനം ആകുമ്പോഴത്തേന് എഫെസസ് സഭയിലോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും, എന്റെ കർത്താവേ, ഇത് സ്വർഗം ഇറങ്ങി നിൽക്കുവാണോ? പക്ഷെ ഇതെല്ലാം 1 മണിയോടെ. കർത്താവിന്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടെ കൊണ്ട് കഴിക്കും. ആ വെളിയിലത്തെ പാർക്കിങ്ങിന്റെ അവിടെ പ്രശ്നം വരും. എഫെസസ് സഭയിൽ ചെന്നാൽ മതി. ഇറങ്ങി വന്നപ്പോ ചപ്പല് മാറിക്കിടന്നു, അതിനൊരു വഴക്ക്. അല്ലെ കീബോർഡ് സ്റ്റാൻഡ് ഇവിടെ ഇരുന്നത് എങ്ങനെ അപ്പുറത്ത് പോയത്? ഇത് നമ്മളോടൊക്കെ ആലോചിക്കാതെയും ചോദിക്കാതെയുമാണ് ഇതൊക്കെ ചെയ്യുന്നത്. പ്രശ്നം. പക്ഷെ എന്തോ ഉണ്ട്, നല്ല പാട്ട് നല്ലതാ. ഇതെല്ലാം അങ്ങ് പരിശീലിച്ചില്ലേ? ഇപ്പം വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരാണേലും
ഈ വർഷിപ്പിന്റെ ലീഡിങ്ങിന്റെ ഒക്കെ കോഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത്. കാരണം ഈ പ്രതികരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാനിപ്പോ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ആരും പ്രതികരിച്ചില്ലെങ്കിൽ വർഷിപ്പ് ലീഡറിന് തന്നെ തോന്നുന്നത് എന്താ, യോ ഇന്ന് എറിക്കുന്നില്ല. അപ്പൊ എറിക്കാഞ്ഞപ്പം അവസാനം ആദ്യം പറഞ്ഞ എല്ലാരും ഒന്ന് സ്തുതിച്ചേ, ആരും സ്തുതിക്കുന്നില്ല. രണ്ടാമത്തെയാ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച ദൈവം നടത്തിയത് ഓർത്തൊന്ന് സ്തുതിച്ചേ, അവിടെയും ആരും അനങ്ങുന്നില്ല. പിന്നെ പറയുന്നത് കൈയടിക്കാൻ കൃപ ലഭിച്ചവരൊന്ന് അടിച്ചേ, അവിടെ എല്ലാരും അടിക്കും. കാരണം അവിടെയും കൈകെട്ടിയിരുന്നാൽ അതിന്റെ അർത്ഥം എന്താ, കൃപയില്ല. ഈ 2 മണിക്കൂർ നല്ല പെർഫോമൻസ് അങ്ങോട്ട് ഉണ്ടാക്കും. പക്ഷെ എഫെസസിൽ എന്തോ ഇല്ല, ഭക്തി. ഭക്തി എന്നുള്ളത് ഈ 2 മണിക്കൂർ കാണേണ്ട സാധനമല്ല. 6:6 ഭക്തി, 6:11 ഭക്തി. ഈ നടപ്പും ഭക്തിയും ഭയങ്കര ഇമ്പോർട്ടന്റാ. കാരണം എന്താണെന്നറിയാമോ? 3 കാരണങ്ങളാ പൗലോസ് പറയുന്നത്. ആ 3 കാരണങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളോടും പറയാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്. എന്താ ഞാൻ വിശ്വസിക്കുന്നതെന്നറിയാമോ? എൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. പക്ഷെ പരിമിതികളില്ലാത്തൊരാള് ഈ ഹോളിനകത്തിന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് പോലും എക്സ്ട്രാ വരാതെ ഈ വചനത്തിന്റെ കഴുകുന്ന ശക്തി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് വ്യാപരിച്ചായിരുന്നെങ്കിൽ, നമ്മുടെ നടപ്പ് മാറ്റുന്ന വചനത്തിന്റെ കഴുകൽ, നമ്മുടെ ഭക്തിയിൽ പൂർണ്ണനാക്കുന്ന ആ കഴുകൽ, വചനത്തിന്റെ ഒരു കഴുകൽ ഇന്ന് രാത്രി ഇതിനകത്ത് നടന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അത് ചെയ്യുമെന്നാണ്. 1 കാരണം, നടപ്പ് ശരിയാക്കണം. ഭക്തിക്കൊത്തുള്ള നടപ്പ് വേണം. കാരണം എന്താണെന്നറിയാം? 3-ാമത്തെ വാക്യ അധ്യായത്തിൽ ഒന്ന് നോക്കിക്കേ, 15-ാം വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുക. ഞാൻ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ഒരു കാര്യം അങ്ങോട്ട് പറയുക, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന. നടപ്പ് ശരിയാകണം, ഭക്തിയുള്ളതാകണം. കാരണം എന്താണെന്നറിയോ? പൗലോസ് പറയുക, തിമോത്തിയോസേ, പൊന്നുമോനെ, എടാ നമ്മുടെ അല്ല സഭ. നമ്മുടെ ആയിരുന്നു സഭയെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാം, അല്ലേ? പൗലോസിന്റെ ആയിരുന്നു സഭയെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാം. എന്താ അഡ്ജസ്റ്റ്മെന്റ്? നല്ല സാമ്പത്തികമുള്ളവര് എന്ത് വചനത്തിന് വിരുദ്ധമായത് ചെയ്താലും ആർക്കും ഒന്നും പറയണ്ട. അവരുടെ വിവാഹത്തിന് എന്ത് നടത്തിയാലും ഈ പറയുന്ന സകലമാന പേരും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരും. സാമ്പത്തികമില്ലാത്ത ആരെയെങ്കിലും കിട്ടി അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മറ്റുള്ളവർക്കെല്ലാം ഒരു പാഠമാകട്ടെ എന്നൊക്കെയാ പറയുന്നത്. ഷെയിം, ദിസ് ഇസ് ഷെയിംഫുൾ. കാരണം എന്താണെന്നറിയോ? സ്വന്തമായ സഭയെന്ന് തോന്നുമ്പോ എനിക്ക് ഈ കാശുകാരനെ വേണം. മനസ്സിലാകുന്നുണ്ടോ? ഈ കാശുകാരൻ എന്ത് വചനവിരുദ്ധമായി ചെയ്താലും എനിക്ക് പറയാനൊക്കത്തില്ല. കാരണം ഇദ്ദേഹത്തിന്റെ കാശ് എൻ്റെ അകത്ത് വരണം. അല്ലെ ഇദ്ദേഹത്തിന്റെ കാശില്ലേ കൺവെൻഷൻ നടക്കത്തില്ല. അപ്പോ ഇതിപ്പോ എവിടെ വരെ ആയെന്നറിയാമോ? ഇതിപ്പോ എവിടെ വരെ ആയെന്ന് ചോദിച്ചാ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ ഇരുത്തുക മാത്രമല്ല, സാറ് പ്രസംഗിച്ചാട്ടെ. മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗവും പഠിപ്പിക്കലുമെല്ലാം നിയോഗമുള്ളവർ, അഭിഷേകമുള്ളവർ ചെയ്യേണ്ടതാണ്.
ഇത് കച്ചവടം ചെയ്യാനുള്ള ഇടമല്ല വേദി. കച്ചവടം ചെയ്യാനുള്ള ഇടപെടമല്ല പുൾപിറ്റ്. പ്രസംഗപീഠം എന്ന് പറയുന്നത് വചനം ഘോഷിക്കാനുള്ള ഇടമാണ്. ഇത് സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കേണ്ട ഇടമല്ല. എപ്പോൾ സമ്പത്ത് കയറുന്നോ, സമ്പത്തിന്റെ ഭാഷ ഉയരുന്നോ, അപ്പൊ ഓർക്കണം ഇതാരുടെ സഭയാ? ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണെങ്കിൽ അവിടെ ഒറ്റ കാര്യമേ മുന്നിട്ട് നിൽക്കത്തുള്ളൂ. അഭിഷക്തന്മാർ, സാക്ഷ്യമുള്ളവർ സംസാരിക്കട്ടെ. ദൈവത്തിന്റെ നിയോഗമുള്ളവർ നയിക്കട്ടെ. പണമല്ല അവിടുത്തെ വിഷയം. പണമായിരുന്നു വിഷയമെങ്കിൽ കൊരിന്ത് സഭക്കാരോട് പൗലോസ് പറയത്തില്ലായിരുന്നു, ദൈവത്തിന്റെ ആലയത്തെ നിങ്ങൾ നശിപ്പിച്ചാൽ ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന് അഭിഷക്തൻ പറയത്തില്ലായിരുന്നു. പൈസ കൂടിപ്പോയിട്ടല്ല പൗലോസ് അത് പറഞ്ഞത്. പൈസ കൂടിപ്പോയിട്ടല്ല ഞാൻ ഇന്നിത് പറയുന്നത്. ഒറ്റ കാര്യം മനസ്സിലാക്കണമേ, ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണെങ്കിൽ കളിച്ച് കളിച്ച് നമ്മൾ വീട്ടിലെ പരിപാടി സഭയിൽ ഇറക്കരുതേ. ഇത് മരിച്ചുപോയ ചത്തൊരു ദൈവമല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാ. ഇത് ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സഭയാ. ഇതിനെല്ലാം കണക്ക് കൊടുത്താലേ ഒക്കത്തുള്ളേ. സ്വാർത്ഥ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ഇടമല്ല കൺവെൻഷൻ. സ്വാർത്ഥ താല്പര്യങ്ങൾ നിവർത്തിക്കേണ്ട ഇടയല്ല സഭ. സ്വാർത്ഥ താല്പര്യങ്ങൾ ഇറക്കേണ്ട ഇടമല്ല സംഘടന. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. എന്താ ഈ പൗലോസ് പറയുന്നത് തിമോത്തിയോസിനോട്? തിമോത്തിയോസേ, 3 വർഷം ഞാൻ പാസ്റ്ററായിരുന്നു. പക്ഷെ ഞാൻ അന്നേ പേടിച്ചു, ഞാൻ പോയി കഴിഞ്ഞാൽ കൊടിയ ചെന്നായ്ക്കൾ വന്നു. പക്ഷെ പൗലോസ് തിമോത്തിയോസിനോട് പറയാ, എന്റെ പേടി തിമോത്തിയോസേ, ഇവരൊന്നും നമ്മുടെ കൂടെ നിന്നില്ല. പക്ഷേ ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയായതുകൊണ്ട് പൗലോസും തിമോത്തിയോസും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയാൽ ഒക്കത്തില്ല. ഇതിനകത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാ. എന്താ വാക്കുകളുടെ അർത്ഥം? നമുക്കതിനകത്ത് ഇഷ്ടപ്പെടുന്ന വാക്ക് ഏതാണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിന്റെ സഭയെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഇരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്ത് കേൾക്കാനാന്ന് ചോദിച്ചാൽ, ആ എഫെസസ് സഭയിൽ അനേക ദേവീ ദേവന്മാരും ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ട്. അവിടുത്തെ ദേവന്മാരെല്ലാം കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയതാ. പക്ഷെ നമ്മൾ ആരുടെ സഭയിലാ? ജീവനുള്ള ദൈവത്തിന്റെ. അത് കേൾക്കാൻ ഇഷ്ടമാ. അതുണ്ടോ? ഉണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഏറ്റവും വലിയ സൗഭാഗ്യമായി കണ്ടെത്തിയിരിക്കുന്നത് ജീവനുള്ള ദൈവവുമായി ഒരു ബന്ധം കിട്ടി എന്നുള്ളതല്ലേ? അതല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാതെ ഇവിടുന്ന് UK പോയതോ കാനഡയിൽ പോയതോ ആണെങ്കിൽ ദൈവമില്ലാത്തവരും പോകുന്നില്ലേ? ഇവിടെ എല്ലാം ഉപവാസ പ്രാർത്ഥന ചെയ്യാത്തവരും അയർലൻഡിൽ പോകുന്നില്ലേ? കെട്ടുപൊട്ടിക്കാത്തവരും കാനഡയിൽ പോകുന്നില്ലേ? ഇന്നിവിടെ ഇരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം സമ്പത്ത് എന്തെന്ന് ചോദിച്ചാൽ യേശു മാത്രം സമ്പത്തായി തീർന്ന ആ അനുഭവം. ജീവനുള്ള ദൈവവുമായി ബന്ധം കിട്ടിയല്ലോ. സാമ്പത്തിക ഞെരുക്കം വരുമ്പോ, ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോ, വ്യഥകൾ വരുമ്പോ ജീവനുള്ള ദൈവവുമായി ഒരു ബന്ധം. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നതിന് അതിനെക്കാട്ടിൽ ആഴമുണ്ട്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, നീ എല്ലാരെയും പഠിപ്പിക്കണം, നടപ്പിനെ കുറിച്ച് പഠിപ്പിക്കണം, ഭക്തിയെ കുറിച്ച് പഠിപ്പിക്കണം. കാരണം ഇത് നിന്റെ സഭയല്ല, ഇത് എന്റെ സഭയല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയെന്ന് പറയാൻ കാര്യം, ജീവനുള്ള ദൈവത്തെ ഒരു മൂലയ്ക്ക് വെച്ച് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. ജീവനുള്ള ദൈവത്തിന്റെ സഭയെന്ന് പറഞ്ഞാൽ 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ അവരുടെ നടുവിൽ. നിക്കടേ മത്തായിയുടെ സുവിശേഷം 18 ആ വാക്യം. നിങ്ങൾക്ക് എല്ലാവരും അറിയാമല്ലോ.
ഈ മത്തായിയുടെ സുവിശേഷം 18 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവർ ഞാൻ അവരുടെ നടുവിലുണ്ട്. നമ്മളിത് എപ്പോഴാ സാധാരണ പറയുന്നതെന്നറിയോ? നമ്മളിത് സാധാരണ പറയുന്നത് യോഗം തുടങ്ങുന്ന സമയത്ത് 200 പേരുടെ കസാര ഇട്ടപ്പം 10 പേരെ വന്നിട്ടുള്ളൂ. എല്ലാവരും കണ്ണടച്ച് 2 3 പേർ കൂടി വരുന്ന അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ പറയുന്നതാ. പക്ഷെ ഇപ്പൊ നമുക്ക് സമയമില്ല, പോയിട്ട് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 18 ഇത് എപ്പോഴാണെന്നറിയാമോ യേശു പറഞ്ഞത്? 2 3 പേർ കൂടിയാൽ ഞാൻ അവരുടെ നടുക്കൊണ്ടെന്ന് എപ്പോഴാണെന്നറിയാമോ പറഞ്ഞത്? സഭയിൽ ശിക്ഷണ നടപടി ചെയ്യുമ്പോ, സഭയിൽ ക്രമം കെട്ട് നടക്കുന്നവർ, വഴിതെറ്റിപ്പോയവർ, ഭക്തിക്ക് ചേരാത്ത നടപ്പുള്ളവരെ താക്കീത് ചെയ്ത് ശിക്ഷിക്കാൻ സഭ ഒരുമിച്ച് കൂടുമ്പോ ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ, അവിടെ പുറത്താക്കപ്പെടുമ്പോ പിന്നെയും ഗ്യാങ് പിടിച്ച് ഇവിടത്തെ പലയിടങ്ങളിലും കേറാം. ഇവിടത്തെ പലയിടങ്ങളിലും ഈ പറയുന്ന ശിക്ഷണ നടപടികൾ വലിച്ചു കീറി കളയാം. സ്വന്തം ഹുങ്ക് കാണിക്കാം, സ്വന്തം അഹന്ത കാണിക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ ഇന്ന് വിറയ്ക്കണം. ഇത് നമ്മുടെ ഇടമല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. ഇതിന് ചോദ്യം ചോദിക്കുന്ന ഇതിന്റെ ഒരു ഉടമസ്ഥനുണ്ട്. അതുകൊണ്ടാ നടപ്പ് നന്നാക്കണമെന്ന് പറയുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ സഭ. പൗലോസിന്റെ മനസ്സിൽ ഈ ഒരു ഭാഷയുണ്ടല്ലോ, ജീവനുള്ള ദൈവം എന്നുള്ളത്. 1:17 വാക്യത്തിലുണ്ടോ എന്ന് നോക്കിയേ. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും, സഭയിൽ ശിക്ഷണ നടപടി ചെയ്യുമ്പോഴും, എല്ലാരാലും ഒറ്റപ്പെടുമ്പോഴും, ആസ്യക്കാരെല്ലാം വിട്ടേച്ചു പോകുമ്പോഴും ഒറ്റ കാര്യം മനസ്സിലിരിക്കുന്നത് എന്താണെന്നറിയാം? 1:17 നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ദൈവത്തെക്കുറിച്ച് എന്തോ വെളിപ്പാടാ ഉള്ളത്. ഇത് മരിച്ചുപോയി കാലകർണപ്പെട്ടു പോയ ഒരാളല്ല. അക്ഷയനായി, അദൃശ്യനായി, നിത്യരാജാവായി. 6:16 താൻ മാത്രം അമർത്യതയുള്ളവൻ. നമ്മളെ ഇന്ന് പേടിപ്പിക്കുന്നവരും, ഇന്ന് കോംപ്രമൈസ് ചെയ്യുന്നവരും, ഇന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം നാളെ കാണത്തില്ല. പക്ഷെ ഒരാള് തന്റെ ശാശ്വത സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതാരെന്ന് ചോദിച്ചാൽ, സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയുടെ തലയായ, ദൈവസഭയുടെ മൂലക്കല്ലായ, ദൈവസഭയുടെ മണവാളനായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയാ. ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയായതുകൊണ്ട് നടപ്പ് ശ്രദ്ധിക്കണം, അല്ലെ അടി വീഴും. ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയായതുകൊണ്ട്, ഒരു മനുഷ്യന്റേതല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കണം. ഹി ഈസ് വെരി ആക്റ്റീവ് ഇൻ ദ ചർച്ച്. രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ അതിനകത്തുനിന്ന്, ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ. 2 ശ്രദ്ധിക്കണം. ഞാൻ 15 വാക്യം ഒന്നുകൂടെ വായിക്കാൻ പോവുക. ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ 1 തിമോത്തിയോസ് 3:14, 15, 16 എല്ലാവരുടെയും ഉള്ളിലേക്ക് പ്രവേശിക്കണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, എനിക്ക് നിന്റെ അടുക്ക വരുവാൻ ആശയുണ്ട്, പക്ഷെ ഞാൻ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന, അടുത്ത വാക്കാ നോക്കണ്ടേ, ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ. ഒരു നിമിഷം നിൽക്കണം. സഭയാകുന്ന ദേവാലയത്തിൽ. എന്താ സഭ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പദം? ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന എന്ന് പറഞ്ഞാൽ പോരെ? എന്താ സഭയാകുന്ന ദേവാലയത്തിൽ എന്ന് പറയുന്നത്? അവിടെ മലയാള പരിഭാഷ അല്പം ദുർബലമാണ്. മൂലഭാഷയിലും ചില ഇംഗ്ലീഷ് പരിഭാഷക്കാരൊക്കെ കറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദേവാലയം എന്നുള്ളതിന് ഇംഗ്ലീഷ് പരിഭാഷക്കാർ എഴുതിയിരിക്കുന്നത് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പരിഭാഷ എന്താണെന്നറിയാമോ വരേണ്ടത്? ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന കുടുംബത്തിൽ, ഭവനത്തിൽ. എന്താ പാസ്റ്റർ അതിനകത്ത് ഇനിയും വല്ലതും ഉണ്ടോ? ഉണ്ട്. കാരണം 3-ാമത്തെ അധ്യായം, ഇതിന് മുമ്പുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്ന് മൈക്കിൽ കൂടെ വായിക്കാമോ? ചാപ്റ്റർ 3 വേഴ്സ് 5, 3-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 തിമോത്തിയോസ് 3:5.
അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ആദ്യത്തെ വാക്കാണ് ഇമ്പോർട്ടന്റ്. ഒന്നുകൂടെ വായിക്കാമോ? ആദ്യത്തെ സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ. അത് മതി, ആ വാക്ക് കാണിക്കാനാ. അപ്പോ അധ്യക്ഷനെ കുറിച്ച് പറയുമ്പോ എന്തോ പറയുന്നത്? സ്വന്തം കുടുംബത്തെ. ഇനി 3-ാമത്തെ അധ്യായം തന്നെ 12-ാമത്തെ വാക്യം ശുശ്രൂഷകന്മാരെ. അധ്യക്ഷനെ കുറിച്ച് പറയുമ്പോഴും സ്വന്തം കുടുംബത്തിന്റെ കാര്യം, ശുശ്രൂഷകനെ കുറിച്ച് പറയുമ്പോ ശുശ്രൂഷകന്മാർ, ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും, അടുത്ത എന്താ? സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നു. ഇതേ വാക്കാണ് ഈ 3:15 മൂലപദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാ, ഒരധ്യക്ഷൻ എന്തോ അറിഞ്ഞിരിക്കണം? സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞിരിക്കണം. പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്. അധ്യക്ഷനാണെങ്കിൽ വൈഫ്, ഫാമിലി, ഹി ഷുഡ് നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദം, ഡിസിപ്ലിൻ ദം. കാരണം എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവരാണ്. അവരുടെ കുടുംബത്തെ ഭരിക്കാൻ അവർക്ക് അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മാതൃകയിൽ നടത്താൻ അഴിഞ്ഞിരിക്കണം. മാതൃകയിൽ നടത്താൻ അറിയണമെങ്കിൽ ശിക്ഷണമില്ലാതെ ഒരിക്കലും ഒക്കത്തില്ല. ഇപ്പൊ ഞാനും ഇന്നിവിടെ നിൽക്കുന്നത് ഒരുപാട് കൊച്ചിലെ ശിക്ഷണം കിട്ടിയത് കൊണ്ടാണ്. എൻ്റെ ഫാദറ് സൺഡേ സ്കൂള് പ്രായം മുതൽ അയിരൂര് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ്. എന്നെ എൻ്റെ ഫാദറിന്റെ തൊട്ടപ്പുറത്താണ് ഇരുത്തിയിരിക്കുന്നത് സഭായോഗത്തിൽ. എന്തേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ ഉടൻ വീഴും. അപ്പൊ ഞാൻ ഓർക്കും, മറ്റാർക്കും കുഴപ്പമില്ലല്ലോ, എല്ലാരും ഫ്രണ്ടിൽ പോയിരിക്കുന്നു, പാ കളിക്കുന്നു, ഇടയ്ക്ക് തമ്പേറിന്റെ അതെടുത്ത് അങ്ങോട്ട് ഇടുന്നു. എനിക്ക് അനങ്ങാനൊക്കത്തില്ല. പപ്പായുടെ ഒരു കൈ എൻ്റെ ദേഹത്ത അനങ്ങിപ്പോയ അപ്പോഴേ ഞെരിട്, ബാക്കി വീട്ടിൽ ചെല്ലുമ്പോ. അപ്പൊ അന്നത് മനസ്സിലായില്ലെങ്കിലും ഇന്നത് ഓർക്കുമ്പം സ്തോത്രം. കാരണം അയ്യോ, ഇല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയായിരുന്നെങ്കിൽ. ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണുമ്പോഴേ ഇത് ചേർന്നതല്ല നിനക്ക്. മമ്മിയുടെ ആ വലിയ ശാസനയൊന്നും അല്ലെങ്കിലും മോനെ ഇത് നമുക്ക് ചേർന്നാൽ ഒരു വാക്ക് മതി, അതോടെ കഴിഞ്ഞത്, ക്ലോസ്. അധ്യക്ഷൻ എന്തോ അറിയണം? സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ. ശുശ്രൂഷകനും എന്തോ അറിയണം? സ്വന്തം കുടുംബത്തെ. ഇതേ പദമാണെന്ന് 3:15 ജീവനുള്ള ദൈവത്തിന്റെ സഭയായ അവന്റെ കുടുംബം. അപ്പൊ അധ്യക്ഷന് സ്വന്തം കുടുംബം ഭരിക്കാൻ അറിയാമോ? അതൊരു വലിയ ചോദ്യമാണ്. ശുശ്രൂഷകൻ സ്വന്തം കുടുംബം ഭരിക്കാൻ അറിയണം. സഭ എന്നുള്ളത് ആരുടെ കുടുംബമാണ്? ദൈവത്തിന്റെ കുടുംബമാണ്. അവിടെ ആരാ ഇരുന്ന് ഭരിക്കാൻ അനുവദിക്കേണ്ടത്? ഇതാ പൗലോസ് പറയുന്നത്, തിമോത്തിയോസേ, ഞാനാണ് സഭ സ്ഥാപിച്ചത് ശരിയാ, പക്ഷെ ഞാനല്ല ഈ ഭവനത്തിന്റെ കാരണവർ. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയായ അവന്റെ ഭവനമാണിത്. ഇത് അവന്റെ കുടുംബമാണിത്. അവിടെ പൗലോസും ആരുടെ കീഴില? അധികാരത്തിന്റെ കീഴില. എല്ലാ ശുശ്രൂഷകന്മാരും അധികാരത്തിന്. കാരണം ഇത് ആരുടെയാ? ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ചർച്ച് എന്നുള്ളത് ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ജീവനുള്ള ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇടപെടുന്ന ദൈവത്തിന്റെ ഭവനക്കാരാണ്. ആ ഭവനത്തിലാണ്. ഓർക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളായിട്ടുള്ളവര്? ഈ 4 മണിക്ക് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് താമസിച്ചു പോയി 5:30 ആകുമ്പം കയറി ചെന്നാൽ വീടിന്റെ ഫ്രണ്ടിൽ ആര് കാത്തു നിപ്പുണ്ട്? പപ്പ പലപ്പോഴും കാണത്തില്ലായിരിക്കും, മമ്മി കാണും. പപ്പായുടെ ശാസനയൊക്കെ പിന്നെ ഡിന്നർ കഴിയുമ്പോഴാണ് വരുന്നത്. കാരണം എല്ലാം വേലകളൊക്കെ ഒന്ന് ഒരുക്കി അമ്മ പിന്നെ പറഞ്ഞു കൊടുക്കും. നമ്മൾ സാധാരണ മമ്മിമാരുടെ കൂടെ പോകത്തില്ലേ, മമ്മി പപ്പായോട് പറയില്ലേ, പപ്പായുടെ അവസാനം പറയും, വലിയ പ്രശ്നം. അപ്പൊ കുടുംബത്തിൽ അലങ്കോലം ഉണ്ടാക്കിയാൽ ആരിടപെടും? നമ്മുടെ കുടുംബത്തിൽ ഇടപെടത്തില്ലേ? എല്ലാ കാരണവരും കുടുംബത്തിന്റെ നേതാക്കന്മാർ ഇടപെടത്തില്ലേ? മക്കളെ വിളിച്ചു നിർത്തി പറയത്തില്ലേ, ഈ വീട്ടിൽ താമസിക്കാനാണെങ്കിൽ മാനത്തിനും മര്യാദയ്ക്കുവേ പോകാനൊക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ സമ്മതിക്കത്തില്ല, പറയത്തില്ലേ? ശിക്ഷണം കൊടുക്കത്തില്ലേ?
ഇതുപോലെ പൗലോസ് തീമോത്തിയോസിനോട് പറയുക, നിന്റെ കുടുംബത്തിന്റെ കാര്യം നീ നോക്കണം, എന്റെ കുടുംബത്തിന്റെ കാര്യം ഞാൻ നോക്കും. പക്ഷെ ഈ സഭ എന്നുള്ളത് ദൈവത്തിന്റെ കുടുംബമാണെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ മേലധികാരിയുടെ കീഴിൽ വേണം എന്റെ വാക്കുകൾ, എന്റെ പ്രവൃത്തി, മറ്റെല്ലാവരുടെയും പ്രവൃത്തി. ദിസ് ബിലോങ്സ് ടു ഗോഡ്. പത്തനാപുരത്തുള്ള ദൈവമക്കളെ, ആരോടും ഉള്ള പ്രയാസത്തിലല്ല ഞാൻ ഈ പറയുന്നത്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ സഭയെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. അയിരൂരിലെ ഉള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആരംഭത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവരിൽ ഒരാളാണ് എൻ്റെ വല്യപ്പച്ചൻ. അന്നത്തെ ദൂതൻ മാസികയിൽ ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. തൻ്റെ സാമ്പത്തിക സ്രോതസ് കൊണ്ട് കുവൈറ്റിൽ ജോലി ചെയ്യായിരുന്നു അന്ന്. അവിടുത്തെ സഭാ ഹാളിന് സ്ഥലം വായിക്കാൻ ഫണ്ട് റേസ് ചെയ്തും സ്വന്തം വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് അയിരൂർ ദേശത്തിൽ സഭയുണ്ടാകണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ ഫാദർ എപ്പോഴും എന്നോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ വല്യപ്പച്ചൻ പൈസ കൊടുത്തത് കൊണ്ട്, നിന്റെ വല്യപ്പച്ചൻ അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തത് കൊണ്ട് വി ഹാവ് നോ പ്രിവിലേജ് ഇൻ ദാറ്റ് ചർച്ച്. ആ സഭയിൽ പൈസ മുടക്കിയവരായതുകൊണ്ട് നീ പറയുന്നതോ ഞാൻ പറയുന്നതോ കേൾക്കാൻ ഇത് നമ്മുടെ ഭവനമല്ല, ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ട്രാൻസ്ഫർ സമയം വരുമ്പോ പയനിയേഴ്സ് അല്ല നിശ്ചയിക്കുന്നത് ആര് വരണം ആര് പോകണമെന്ന്, ഇത് ദൈവത്തിന്റെ ഭവനമാണ്. അല്ലാതെ ഇപ്പൊ സംഭവിച്ചത്, ജീവനുള്ള ദൈവത്തിന്റെ സഭയായ അവന്റെ ഭവനമൊക്കെ വിട്ട് സഭ സംഘടനവൽക്കരിക്കപ്പെട്ടപ്പോ, സംഘടനാവൽക്കരണത്തിലൂടെ ഈ എന്തൊക്കെ താല്പര്യങ്ങൾ വന്നു എന്ന് മാത്രമല്ല, എത്ര സഭകളെ ഭിന്നിപ്പിച്ചത് ആരുമല്ല, ഈ പറയുന്ന നേതാക്കന്മാർ ഭിന്നിപ്പിച്ച എത്ര സഭകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. വേറെ ഒരു പ്രശ്നവും ഇല്ലാതെ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ലോക്കൽ ചർച്ചിനെ ഭിന്നിപ്പിച്ചു. എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയായ അവന്റെ ഭവനമെന്നുള്ള ആ ബോധ്യം വിട്ടിട്ട് എന്റെ കസാരയ്ക്ക് വേണ്ടി ഒരു വോട്ടൂടെ കൂട്ടാൻ വേണ്ടി അവിടെ 2 കൂടിവരവ് തുടങ്ങിയത് ആത്മീകതയല്ല, ഇത് ജഡീകതയാണ്. ഇത് ശേഷം മനുഷ്യരെക്കാട്ടിൽ കഷ്ടമാണ്. അപ്പൊ ഇത് പറയുമ്പോ വേദി കൂടുമോ കുറയുമോ? അപ്പൊ അത് പൗലോസ് തീമോത്തിയോസിനോടും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു പരിഭവവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ദിവസം ഞാൻ ഈ പ്രസംഗത്തിന് കണക്ക് കൊടുക്കണം. പത്തനാപുരം സെക്ഷന്റെ യോഗത്തിന് വന്നു. ദൈവം പ്രകാശിപ്പിച്ച 2 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയായ അവന്റെ ഭവനമാണ്. ഈ സത്യം നിങ്ങളോട് മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ഉണർവിവിടെ വരുന്നു, ചാടിക്കോ മറിഞ്ഞോ എന്ന് പറഞ്ഞാൽ, ആ ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കും, എടാ നിന്റെ ഈ പ്രായത്തിൽ ആ ദൈവമക്കളോട് സംസാരിക്കാൻ നിനക്കൊരു അവസരം ലഭിച്ചിട്ട്, വചന വെളിപ്പാട് ഞാൻ നിനക്ക് നൽകിയിട്ട് എല്ലാരെയും കണ്ടപ്പം നിന്റെ പ്രസംഗം എവിടെ പോയി? നീ വേദിക്ക് വേണ്ടി കുറെ വിഴുങ്ങിയല്ലേ എന്ന് അന്ന് ചോദിക്കും. അതുകൊണ്ട് എനിക്ക് അന്ന് കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിനക്ക് കിട്ടിയപ്പോൾ നീ പറഞ്ഞല്ലോ സത്യം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കുന്നു, ദൈവസഭ കളിക്കളമാക്കരുത്. അത് ദൈവത്തിന്റെ ഭവനമാണ്, ദൈവം താമസിക്കുന്ന വീടാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മുടെ ഓരോ ഞായറാഴ്ച കൂടിവരവുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരണം. അതിന് തടസ്സമായി നമ്മുടെ വാക്കുകൾ, വണ്ടിയിലിരുന്ന് പറഞ്ഞത്, മാറി നിന്ന് പറഞ്ഞത്, ഫോൺ വിളിച്ച് പറഞ്ഞത്, ഇതൊന്നും അതിന് തടസ്സമായി മാറരുത്. ഇത് നമ്മുടെ കാര്യമല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ ഭവനത്തിന്റെ കാര്യമാണ്. അതുകൊണ്ടാ നടപ്പ് സൂക്ഷിക്കേണ്ടത്, അതുകൊണ്ടാ ഭക്തി സൂക്ഷിക്കേണ്ടത്. മൂന്നാമത്തേതും അവസാനത്തേതുമായ കാര്യം ശ്രദ്ധിക്കണം. ആ 15-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ. ഞാൻ താമസിച്ചു പോയാൽ എന്തോ ചെയ്യണം തീമോത്തിയോസേ? താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ. ഇതെന്താ ഈ പദം?
രണ്ട് പദം നമ്മൾ പരിശോധിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെതാണ് സഭ, ദൈവത്തിന്റെ ഭവനമാണ്, കുടുംബമാണ് സഭ. ഇതെന്താ ഈ പദപ്രയോഗം? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ. ഇതിനൊരു നല്ല ചരിത്രമുണ്ട് ഇതിന്റെ പുറകിൽ. എഫെസസുകാർക്കാണല്ലോ തിമോത്തിയോസ് എഫെസോസിലെ പാസ്റ്ററാ. എഫെസോസിൽ ഇരുന്ന് സഭാ കൂടിവരവ് നടത്തുന്ന ആളോട് പറയുക, തിമോത്തിയോസേ, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ സഭ. എഫെസോസിൽ അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തിലെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തിലെ വലിയൊരു വണ്ടറായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത്, അതിന്റെ താജ്മഹാൾ വിസിറ്റ് ചെയ്തവർക്കറിയാം, താജ്മഹാളിന്റെ മുമ്പിൽ തന്നെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇതെന്തൊരു സൗധമാണ്, ഇത് മേളിൽ നിന്ന് ഇറങ്ങി വന്നതാണോ എന്ന് ചിന്തിച്ചു പോകും. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ മുകള് കാണാനൊക്കത്തില്ല, ആകാശം മുട്ടിക്കിടക്കുന്നത് പോലെയുള്ള ഭീമമായ ഒരു വലിയ അമ്പലം. ഈ അമ്പലത്തിന് 127 തൂണുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ദാണ്ട് ഇവിടെ ഈ തൂണ് കാണാമല്ലോ, അതുപോലെ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന് 127 തൂണുകൾ ചരിത്രകാരന്മാർ പറയുക ഉണ്ടായിരുന്നു. ഈ തൂണുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാം? ഇതെല്ലാം ഒരാൾ പണിഞ്ഞതല്ല. ഓരോ തൂണും ഓരോ രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷനാണ്. നീറോ ചക്രവർത്തി എന്ന് പറയുന്ന ആള് പറയും ഇതെന്റെയാ. അപ്പൊ നീറോ ചക്രവർത്തിക്ക് ഈ തൂണ് ഏറ്റവും മനോഹരമുള്ളതാക്കണം. അത് ആരുടെ തൂണാ? ആ തൂണ് നീറോയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ക്ലൗഡിയസ് എന്ന് പറയുന്ന അന്നത്തെ വേറെ ഭരണാധികാരി പറയുന്നുണ്ട്, ആ തൂണ് എന്റെയാ. അപ്പൊ നീറോ ചക്രവർത്തി സ്വർണം പൂശിയിട്ടുണ്ട്, ഞാൻ അതിന്റെ മേളിൽ ഞാനും അതിനെക്കാട്ടി പ്രൗഢഗംഭീരമായ അടുത്ത തൂണ്. അപ്പൊ ഇത് രണ്ടുമില്ലാതെ ഡൊമിഷ്യൻ പറയും എന്റെയാണ് ആ തൂണ്. നീറോയെക്കാട്ടിൽ പ്രൗഢഗംഭീരമായ കളർ അടിച്ച് അതിന്റെ തങ്കം കൊണ്ടുള്ള ഇത് വെള്ളി. ഈ തൂണെന്ന് പറഞ്ഞാൽ, അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന്റെ തൂണുകൾ എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കും. എഫെസസിലൂടെ നടന്നു പോകുന്നവർ നോക്കി നിന്ന്, അയ്യോ ഇത് നീറോ ചക്രവർത്തിയുടെ തൂണല്ലേ, ഭയങ്കരമാണല്ലോ. ഇത് ഡൊമീഷ്യന്റെ അല്ലേ, ഭയങ്കരമാണല്ലോ. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനോട് പറയുക, നിങ്ങൾ വീട്ടിലായിരിക്കുന്നത് കൊട്ടിയും പാടിയും, തൂണൊന്നും വെളി കാണാനില്ല. നമ്മുടെ വല്ലം സഭാഹോളി കാണാറുണ്ടോ വലിയ തൂണ്? ഇന്നിപ്പോ പലരും അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനൊന്നും അല്ലായിരുന്നു നമ്മുടെ കാര്യങ്ങൾ. കടമുറികളിലും വാടക വീടുകളിലും ഇന്നിപ്പം സൗകര്യം കൂടി ഇപ്പൊ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഓരോ പ്രാവശ്യത്തെ കമ്മിറ്റിക്കാർക്ക് തോന്നുന്നത് അതിനെക്കാട്ടി നല്ലായിട്ട് എല്ലാം നല്ലായിട്ട് ചെയ്യണം. പക്ഷേ ഈ ഒരു വെറും ചെലവ് പോലെ നല്ലായി കിടക്കുന്ന ഇന്റർലോക്ക് എടുത്ത് അത് നമുക്ക് ടാർ ചെയ്യാം. ഈയിടെ ഞാൻ കണ്ട പോലെ നല്ലായിട്ട് ടാറിട്ട് കിടന്ന അതെല്ലാം കുത്തി ഇളക്കുക. ഞാൻ ചോദിച്ചാൽ എന്താ സാറേ? അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ഇന്റർലോക്ക് ഇടണം. അപ്പം കഴിഞ്ഞ ആൾക്കാർ ഇതെല്ലാം ഫാനെല്ലാം ഇട്ട് ഒരു എയർ കൂളർ വെച്ചു. ഈ ആൾക്കാർക്ക് വന്ന് ഇത് AC ആക്കണം. ഇനി AC പോലും 6 ഇരിക്കുന്നിടത്ത് ഇതിന് ശബ്ദമുണ്ട്, ശബ്ദം ഇല്ലാത്ത AC എന്ന് പറഞ്ഞാൽ പൈസ ഒത്തിരി കൂടി. അപ്പൊ ഇത് അകത്ത് മാത്രമല്ല വെളിയിലും ഒന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാട് നമ്മുടെ ഇടയിൽ ഇപ്പൊ കൂടുക. എന്ന് പറഞ്ഞാൽ ദേശത്ത് ദൈവം നമ്മളെ ഇതൊന്നും നമ്മുടെ പിതാക്കന്മാര് കേക്ക് പോലും ചെയ്യരുത്. അല്ല, ഈ എഫെസസ് പോലൊരു സഭയിൽ നമ്മള് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്ന ഓർത്തു പോയിക്കേ. ഞാൻ ശുശ്രൂഷിക്കാൻ ചെല്ലുക, എഫെസോസ് സഭയിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുക. ഇരിക്കുന്ന പാസ്റ്റർ ആരാ? പൗലോസ്. ഗസ്റ്റ് പാസ്റ്ററായ ഞാൻ പറയാണ്, ഈ ദേശത്ത് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം വിട്ട് നിങ്ങൾ ഇറങ്ങിയെങ്കിൽ അതിനെ വെല്ലുന്നൊരു സൗധം ഇവിടെ ഉയരും. പൗലോസ് എന്തോ പറയും? എന്റെ ഭാവനയിലുള്ള പൗലോസ് എന്റെ ഷർട്ടെ പിടിച്ചൊരു വലി വരയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. കാരണം ഇതല്ല സുവിശേഷം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. സുവിശേഷം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും ഭയങ്കരമായ കാര്യം കിട്ടുമെന്നുള്ളതല്ല. സുവിശേഷത്തിലൂടെ നിലനിൽക്കുന്നൊരു പ്രത്യാശ കിട്ടി. ഞാന് ഈ ഹോള് പണിക്ക് എതിരായിട്ടുള്ള വ്യക്തിയല്ല.
നല്ല ഹോൾ നല്ലതായിട്ട് പണിഞ്ഞ് AC ഉണ്ടെങ്കിൽ AC വെക്കണമെന്നുള്ള അഭിപ്രായമാണ്. എന്തിനാ വിയർക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലൊക്കെ ശബ്ദം വെളിയിൽ പോകാതെ മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ ആരാധിക്കാനുള്ള സൗകര്യം ഉണ്ടേ ചെയ്തോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സഭയുടെ പ്രൗഢി കാണിക്കേണ്ടത് വെളിയിലെ തൂണുകളിലല്ല. വെളിയിലെ തൂണുകളിൽ മാത്രമേ പ്രൗഢി ഉള്ളെങ്കിൽ അതിനെ യേശു വിളിച്ചതാ ഇത് വെള്ള തേച്ച ശവക്കല്ലറയാ. ഞായറാഴ്ച ദിവസത്തെ ആ വെള്ളയുടുപ്പും ഇട്ടുള്ള ഇറക്കം കണ്ടാൽ ദൂതന്മാർ അപ്പുറം ഇപ്പുറം ഉണ്ടോ എന്ന് ചിന്തിച്ചു പോവും. വെള്ളവണ്ടി, വെള്ള ഷർട്ട്, വെള്ളച്ചപ്പൽ, എല്ലാം വെള്ള. പക്ഷേ ഈ പ്രകാശം ലോകം കണ്ടുകൊണ്ട് സഭയെ വരത്തില്ല. ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഒരു കാര്യമുണ്ട്. സഭ എന്തിന്റെ തൂണ? സത്യത്തിന്റെ തൂണ്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. എന്താ പൗലോസ് പറയുന്നതെന്നറിയോ? അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന്റെ തൂണുകളിൽ പ്രൗഢി കാണുന്നത് ഈ ലോകത്തിന്റെ മൂക്കിൽ ശ്വാസത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ ഭംഗിയാ. അവിടെ നീറോയുടെ ഗംഭീരമായ തൂണുണ്ട്. അവിടെ ഡൊമീഷ്യന്റെ ഭയങ്കര സ്വർണത്തിന്റെ തൂണുണ്ട്. ദൈവസഭയിൽ കാണേണ്ടത് ഒരു വ്യക്തിയുടെ മഹിമയല്ല, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി. സഭയുടെ വെളിയിൽ കൂടെ പോകുന്നവർ പറയണം, സത്യമുള്ള മനുഷ്യരിതാ. സത്യം സത്യം. ഈ ലോകത്തെ ഇപ്പോഴുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇത് സത്യാനന്തര കാലം എന്നാ വിളിക്കുന്നത്. എന്താണെന്നറിയാമോ? സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ സത്യം പൊതുവെ ഇല്ല. അസത്യങ്ങൾ സത്യത്തെക്കാട്ടിൽ വിശ്വസനീയമാണ് ആൾക്കാർക്ക്. അസത്യം സത്യമാക്കാൻ വേണ്ടി എന്തോ ചെയ്യണം? 2 ഫേസ്ബുക്ക് അക്കൗണ്ട് മതി, 1 വാട്സാപ്പും മതി. മനസ്സിലാവുന്നുണ്ടോ? അസത്യമായ ഒരു കാര്യത്തെ സത്യമാക്കാൻ വേണ്ടി 2 ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം. കാരണം ഒന്നിന്ന് പോസ്റ്റും ചെയ്യണം, ഒന്നിന്ന് കമന്റും ചെയ്യണ്ടേ. പക്ഷെ 1 വാട്സാപ്പ് ഗ്രൂപ്പ് മതി. കണ്ടിടത്തോട്ടെല്ലാം എടുത്തേക്കുക. അവിടെ ആരാണ്ട് എഴുതി ഒരു ലെറ്റർ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇട്ടേക്കുക. അവിടെ ആരാണ്ട് പോയതിന്റെ ഫോട്ടോ എടുത്ത് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെ ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതെല്ലാം വേണം. ചാവേറാണ് ചാവേർ. ആ ചാവേറിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുക. വാട്സാപ്പിലൂടെയും ചിലർക്ക് മുഖമേ ഇല്ല, ഐഡന്റിറ്റി ഇല്ല, പറയേണ്ട കാര്യം മുഖമില്ല. ഏതെങ്കിലും ആരുടെയും, ഇപ്പൊ പുരുഷനാണ് ചിലപ്പോൾ സ്ത്രീയുടെ പേരിലായിരിക്കും എടുത്തിട്ടിരിക്കുക. ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം. ഫേസ്ബുക്കിലാണ് ചിലപ്പം ഗ്രേസ് എന്നൊക്കെയാ പേര് കൊടുത്തിരിക്കുന്നത്. കമന്റിന് ഒരു ഗ്രേസും കാണത്തില്ല. അത് വേറൊരു കാര്യം. ട്രൂത്ത് എന്നൊക്കെയാ പറയുന്നത്, ട്രൂത്ത്. പക്ഷെ പറയുന്ന ഭയങ്കര കള്ളമാണ്. സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ സ്വന്തം ലാഭത്തിന് വേണ്ടി ഏത് കള്ളവും സത്യമാക്കും. ഒന്ന് ഫോൺ ചെയ്താൽ മതി, 1 മിനിറ്റ് ഫോൺ ചെയ്ത് പറഞ്ഞേ, നമ്മുടെ ആ ന്യൂസ് പോകുന്നുണ്ട്, ഒന്ന് കൈകാര്യം ചെയ്തോണേ. കേട്ടോ, ഫോൺ വെച്ചാൽ മതി. അടുത്ത അരമണിക്കൂറിനുള്ളിൽ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും പ്രശ്നമായി, ഫേസ്ബുക്കിലും പ്രശ്നമായി, എല്ലാം പ്രശ്നമായി. സത്യം എന്തിയേ? സത്യം ഇപ്പൊ നമ്മൾ അന്വേഷിച്ച് നടക്കുക. എവിടാ സത്യം? 14 സെക്ഷൻ സത്യം എന്തിയേ? എന്താ സത്യം? സംഘടനയിൽ സത്യം എന്തിയേ? സത്യം ഇപ്പൊ ആർക്കും മനസ്സിലാകുന്നില്ല. അസത്യം സത്യമായിട്ട് തോന്നുന്നു. ഇതാണ് സത്യാനന്തര കാലം. ഈ കാലത്ത് ഇപ്പൊ പലരും ചില പാർട്ടികളിലാണ്, ചില രാഷ്ട്രീയ പാർട്ടികളിൽ ഇവര് വന്നാൽ ഇപ്പൊ എല്ലാം കൂടെ സത്യം നടക്കും. ഇതുവെല്ലാം നടക്കുവോ? ഏതാള് വന്നാലും അസത്യങ്ങളുടെ മേളിൽ പണിഞ്ഞ് 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 എല്ലാം കൂടെ ചീട്ടുകൊട്ടാരം പോലെ താഴെ വീഴും. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സത്യം ഒരിടത്താ കാണേണ്ടത്. അതെവിടാ? ദൈവസഭ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാ. സത്യം മാത്രമേ കാണാവൂ. പക്ഷെ കാണുന്നുണ്ടോ? സാധാരണ ലോകത്തിൽ കാണുന്നത് പോലെ കുറെ അസത്യങ്ങളുടെ തൂണുകളായി സഭകൾ മാറി. ഇവിടെ ഇപ്പം പ്രയാസപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ വളരെ സങ്കടകരത്തോടെ ഞാൻ പറയാം,
പ്രയാസപ്പെടുത്തുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഷ്കളങ്കമായി ദൈവഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് മാതാപിതാക്കൾ നീറുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? കാരണം യൗവനക്കാരെ ഒന്നും കിട്ടുന്നില്ല. യൗവനക്കാരെ കിട്ടാത്തത് എന്താണെന്നറിയോ? ഇവര് കള്ളങ്ങൾ കണ്ട് മടുത്തു. കള്ളങ്ങൾ കണ്ട് മടുത്തു. ചില ബൈബിൾ സ്കൂളിൽ വരുന്നവരോട് എൻ്റെ പേഴ്സണൽ ഇൻട്രാക്ഷനിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ മാനുഷികമായിട്ട് പപ്പ പാസ്റ്റർ ഈ ബൈബിൾ എടുത്തോണ്ട് ഇറങ്ങാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചാൽ ഇതുപോലെ കള്ളങ്ങൾ നടക്കുന്ന, ഇതുപോലെ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും വെട്ടും പാരവെപ്പും, പക്ഷെ പിന്നെയും കർത്താവിന്റെ വിളിയുള്ളത് കൊണ്ട് ബൈബിൾ എടുത്തോണ്ട് വന്നാന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ജോ ഈ കേരളത്തിൽ നിൽക്കാഞ്ഞത് നന്നായെന്ന്. അതെന്തു ആവട്ടെ, ദൈവം എവിടാണോ ആക്കിയിരിക്കുന്നത് അവിടെ നിൽക്കുക. പക്ഷെ അതെന്താ നമ്മൾ അങ്ങനെ ആയിപ്പോയെ? പത്തനാപുരത്തുള്ള പ്രിയ ദൈവമക്കളെ, യഥാർത്ഥ ഉണർവ് എന്താണെന്നറിയാം? എൻ്റെ അതരങ്ങളിലൂടെ സത്യം മാത്രമേ വരത്തുള്ളെന്നും സത്യത്തിന് നിരക്കാത്ത ഒറ്റ പരിപാടിക്കും എൻ്റെ സഭയോ എൻ്റെ കുടുംബത്തെയോ എന്നെയോ കിട്ടത്തില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് ഇത് സത്യമായ ഉണർവാണ്. കാരണം നമ്മൾ ഒത്തിരി ഉണർവ് കണ്ടു, ഒരുപാട് ഉണർവ് കണ്ടു, പക്ഷെ ഉണർവിലൊന്നും ഇല്ലാതായി പോയത് സത്യം ഇല്ല. പലപ്പോഴും ഉണർവ് എന്തോ ക്രമക്കേടിനെ മറയ്ക്കാനുള്ളൊരു പടമായി പോലും മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ബൈബിൾ കോളേജിന്റെ ഉദാഹരണം പറഞ്ഞത്. ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് പറയുക, ഇതിനെ ഉണർവെന്ന് വിളിക്കാറായിട്ടില്ല, ഉണർവെന്ന് വിളിക്കണേ 1 വർഷം കഴിയണം. സ്തുതിച്ച് തുള്ളിച്ചാടിയവരുടെ ഒക്കെ ലൈഫ് മാറിയോ? സത്യമുണ്ടോ? അവിടെ വിളിക്കും ഉണർവായി. പത്തനാപുരത്തുള്ള ദൈവമക്കളെ, ദൈവസഭയിലുള്ളവരെ കേൾക്കണമേ, ഈ സെക്ഷനെ കുറിച്ച് ഈ ദേശങ്ങൾ മുഴുവൻ അറിയട്ടെ. എന്തിന്റെ പേരിലാണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിന്റെ സജീവ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു സെക്ഷൻ പോരാ, ദൈവത്തിന്റെ ഭവനക്കാരായി രൂപാന്തരപ്പെട്ട ഒരു സെക്ഷൻ പോരാ, സത്യത്തിന്റെ തൂണായി ഈ പത്തനാപുരത്ത് എവിടെല്ലാം ദൈവം ആക്കി വെച്ചിരിക്കുന്നു ആ സഭകളിലൂടെ സത്യം വെളിയിൽ കാണുന്ന, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭ. അതിനുവേണ്ടിയാ ദൈവം നിങ്ങളെ ഏവരെയും വിളിക്കുന്നത്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത തലമുറ സഭയ്ക്ക് നഷ്ടപ്പെടും. പിന്നെ പെട്ടെന്ന് കുറെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം ആൾക്കാർ കണ്ടു, എന്തോ കണ്ടു, കപടത കണ്ടു. ഒന്ന് പ്രസംഗിക്കുന്നു, ഒന്ന് ചെയ്യുന്നു, ഒന്ന് കരഘോഷമായി വിളിച്ചു പറയുന്നു, നാട്ടിലായിരിക്കുമ്പോ ഒന്ന്, വിദേശത്തായിരിക്കുമ്പോ വേറൊന്ന്. ഈ കപടതയെല്ലാം കണ്ടു. കൊച്ചു പിള്ളേര് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഉള്ളവർ ചോദിക്കുക, പാസ്റ്റങ്ങൾ പറയുന്ന പോലെ അല്ലല്ലോ ആ ഫോട്ടോയിൽ. അതാ കപടത, കള്ളങ്ങൾ. അതിൻ്റെ നടുവിൽ നിങ്ങൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മളെ സത്യത്തിന്റെ തൂണുകളായി ദൈവം ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ? നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്ന് കയറുന്നവർ, ഈ വീട്ടിൽ സത്യമുണ്ട്, കള്ളം പറയാത്തൊരു കൂട്ടം, യേശുവുള്ള കൂട്ടം, വൈരാഗ്യമില്ലാത്തൊരു കൂട്ടം, പകവെച്ചോണ്ടിരിക്കാത്തൊരു കൂട്ടം, നാട്യങ്ങൾ കടിക്കാത്തൊരു കൂട്ടം, ഹിപ്പോക്രസി ഇല്ലാത്തൊരു കൂട്ടം, യഥാർത്ഥ ആത്മാവിനെ സ്വീകരിച്ചവർ കാണേണ്ടത് വിശുദ്ധിയിലേക്കുള്ളൊരു വിളിയല്ലേ? ഇന്ന് രാത്രി ദൈവം നമ്മളെ വിളിക്കുന്നത് പൊത്തുരുത്തമായിട്ടുള്ള ഒരു കോസ്മെറ്റിക് സർജറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിറം മാറ്റുന്ന ശസ്ത്രക്രിയക്കല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. കോസ്മെറ്റിക് സർജറി അല്ല വേണ്ടിയത്, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. ഹൃദയത്തിനാ പ്രശ്നം ഇവിടെ. പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്, പൂശി വിടരുത്. കാരണം ഇത് നിന്റെ സഭയല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്, ഇത് ദൈവത്തിന്റെ ഭവനമാണ്, ഇത് ജീവനുള്ള ദൈവത്തിന്റെ സത്യത്തിന്റെ തൂണാണ്. ദൈവത്തിന്റെ പ്രഭയെ പ്രദർശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ സത്യത്തെ പ്രദർശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ മഹിമയെ പ്രദർശിപ്പിക്കുവാൻ
ഒരു നിമിഷം അതാത് സ്ഥാനങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഒരു ഗാനത്തിൻ്റെ വരികൾ പാടി കർത്താവിനെ സ്തുതിപ്പാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പായി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു പ്രസംഗം ഇങ്ങനെ ഒരു സമർപ്പണമില്ലാതെ അവസാനിപ്പിച്ചാൽ ഇത് അപൂർണമാണ്. ഒരു നിമിഷം എല്ലാവരും ബൈബിളൊക്കെ താഴെ വെച്ച്, ഞാൻ ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ സഭയെക്കുറിച്ചാണ് സംസാരിച്ചത്. ദൈവസഭയിൽ അത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണെങ്കിൽ, അവിടെ ദൈവത്തിന്റെ പ്രഭയാണ് നിറയേണ്ടതെങ്കിൽ, അവിടെ ഞാന് ആ ഭവനത്തിലുള്ള ഒരാളായിട്ട് ഐ ഹാവ് ടു കണ്ടക്ട് മൈസെൽഫ്. നടപ്പ് ശരിയാകണം, അവിടെ ഭക്തിയോടെ ജീവിക്കണം. എൻ്റെ വാക്കുകളിലോ പെരുമാറ്റങ്ങളിലൂടെ ദൈവത്തിന്റെ സത്യത്തെ കെടുത്തുന്നതൊന്നും വെളിപ്പെടരുതേ കർത്താവേ. അങ്ങനെ ഒരു സമർപ്പണം ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? ആ കരങ്ങളൊന്ന് കാണിക്കാമോ? എന്റെ കുടുംബത്തിലൂടെ സത്യം ഒഴുകിപ്പോകരുത്. എന്റെ കുടുംബത്തിൽ സത്യം നിറയണമേ. എന്റെ കുഞ്ഞുങ്ങളിൽ സത്യം നിറയണമേ. എന്റെ സഭയിൽ സത്യം നിറയണമേ. എന്റെ കുടുംബത്തിലും സഭയിലും ആത്മശക്തി നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി വ്യാപരിക്കുമ്പോൾ അസത്യങ്ങൾ മാറിപ്പോകും, കപടതകൾ മാറിപ്പോകും, ദൈവത്തിന് ചേരാത്ത നടപ്പുകൾ മാറിപ്പോകും. ആത്മാവിന്റെ നിറവൊന്ന് വരുമ്പോ ഭക്തിയോടെ ജീവിക്കാനുള്ള ശക്തി ദൈവം നമ്മുടെ മേൽ പകരും. കർത്താവേ, ഈ ജനങ്ങളുടെ മേൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഒന്ന് വരണമേ. രൂപാന്തരം വരുത്തുന്ന പരിശുദ്ധാത്മ ശക്തി, സഭയെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. എല്ലാവരും കണ്ണുകളെ അടച്ച് അധരങ്ങളെ തുറന്ന് ഒന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരും അധരങ്ങളെ തുറന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? കർത്താവേ, ഈ മക്കളുടെ മേൽ, ഈ ജനങ്ങളുടെ മേൽ ആത്മമാരി ഇന്ന് രാത്രി പെയ്യണമേ. രൂപാന്തരത്തിന്റെ ഒരു ആത്മമാരി, മാനസാന്തരത്തിന്റെ ആത്മമാരി, യഥാർത്ഥ സഭയുടെ കാഴ്ചപ്പാടിലേക്ക് നടന്നുയരുന്ന ഒരു ആത്മമാരി ഇന്ന് രാത്രി പെയ്യണമേ. ഇഷ്ടനാക്കി തീർത്തനാ
പിടിച്ചെന്ന് പറഞ്ഞാലേ അവന് മാത്രം സമർപ്പണത്തോടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്വല്പസമയം കൂടെ എല്ലാവരും ഇരുന്നാട്ടെ. നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭാ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളെക്കുറിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി നമ്മളുടെ മധ്യത്തിൽ വന്ന് സവിസ്തരം ദൈവാത്മാ പ്രേരിതനായി ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോ തോമസ് അവരോടുള്ള പ്രത്യേകമായ സെക്ഷന്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹത്തോട് ഇന്ന് രാത്രി അയക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാം പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് മടങ്ങിപ്പോകാൻ പോകുകയാണ്. നാളെ നമ്മുടെ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ സർവീസ് 4 മണിക്ക് പുനലൂർ നടക്കുന്നു. പ്രത്യേകമായി പ്രിൻസിപ്പൽ TS സാമുവൽകുട്ടി സാറ് അത് അറിയിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിച്ചിരിക്കുന്നു. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ അവസരത്തിൽ ഷാരോൺ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അലക്സ് അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ രാവിലെ കൃത്യം 9:30 മണിക്ക് തന്നെ നമ്മുടെ വിശുദ്ധ സഭായോഗം ആരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ അലക്സ് അവർ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മഹായോഗത്തിൻ്റെ അവസാന രാത്രിയിൽ ഞങ്ങൾക്കൊരുമിച്ച് വിവിധയിടങ്ങളിൽ നിന്ന് നിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് അവസരം നൽകി തന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സെക്ഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പത്തനാപുരത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ലീഡ് ചെയ്യുന്ന നിന്റെ ദാസന്മാർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവസഭകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ദേശത്തോട് ദൈവം അറിയിക്കേണ്ട ആത്മീയ ആലോചനകൾ, ദൈവിക ശബ്ദങ്ങൾ ശക്തമായി അറിയിപ്പാൻ കർത്താവേ, നിന്റെ അഭിഷക്തന്മാരെ ദൈവം ഉപയോഗിച്ചതോർത്ത് സ്തോത്രം. വിശേഷാൽ ഇന്ന് രാത്രിയിൽ കർത്താവേ, അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം അയച്ച് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ദൈവവചനത്തിന്റെ ആഴമായ സത്യങ്ങൾ ഞങ്ങളോട് കൃത്യമായി ദൈവം സംസാരിച്ചല്ലോ. സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയുള്ളതെന്നൊന്നുകൂടെ ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ട ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിലെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ സ്വർഗമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവെ ശക്തമായി ദൈവം ഉപയോഗിക്കണമേ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. നാളെ രാവിലെ നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ഗ്രാജുവേഷൻ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധന്മാരെ
ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിച്ച് നിത്യത നഷ്ടപ്പെടാതെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളും മുൻപോട്ട് വയ്ക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാട്ട് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണം. പ്രാർത്ഥനയിൽ വീണ്ടും ഓർക്കുവാൻ കൃപ തന്നാട്ട്. ലീഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. മുഴുമഹത്വവും കർത്താവിന് നൽകുന്നു. സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാട്ട് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.